السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. فكم من زلة لي في البرايا وأنت علي ذو فضل ومني. يظن الناس بي خيرا وإني لشر الناس إن لم تعف عني. മാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് ചേരൽ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഈമാൻ വർദ്ധിക്കുവാനും അല്ലാഹുവിലേക്ക് വളരെ കൂടുതൽ അടുക്കുവാനും അല്ലാഹുവിന്റെ ദീനിനോട് ഹൃദയം കൊണ്ട് അടുത്തിരിക്കെ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ഒക്കെ നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ല SKSF സംഘടിപ്പിക്കുന്ന ഈ പരിപാടി, അതിൻ്റെ പ്രവർത്തകന്മാർ, അവരുടെ മനസ്സിൽ അല്ലാഹു ഇഖ്ലാസും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഖബൂലും അല്ലാഹു നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്ന ഒരു 2-3 കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോടൊക്കെ ഓരോരുത്തരോട് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. റമദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം the 3 things that strike your mind. പെട്ടെന്ന് റമദാൻ എന്ന് പറയുമ്പോൾ ഖുർആനോദ സ്വലാത്തുല്ല അതൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. റമദാൻ വരുമ്പോഴേക്ക് എന്താ നമുക്ക് ഓർമ്മ വരുന്നത്? ഒന്ന് ഇഫ്താർ അല്ലേ, പിന്നെ ചാനലുകളും മീഡിയകളും കാര്യമായി നടത്തുന്ന പ്രോഗ്രാം കുക്കിംഗ് ഷോകളാണ്. റമദാനിൻ്റെ സ്പെഷ്യൽ അടകളും പൊരികളൊക്കെ. സുബ്ഹാനല്ലാഹ്.
റമദാനിൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? റമദാനിൽ നമ്മുടെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് റമദാനിലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സംഗതി ഉച്ചനേരത്ത് ഒരു ലഞ്ചേ നമ്മൾ മിസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനും എത്ര ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. ഒരു ലഞ്ചേ നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ അല്ലേ? നോമ്പ് തുറ നമുക്കൊരു ഡിന്നറായിട്ട്, ഏർലി ഡിന്നറായിട്ട് കണക്കാക്കാം. പിന്നെ നമ്മൾ അത്താഴം കഴിക്കുന്നുണ്ട്, അത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വൈകുന്നേരത്തെ ഒരു ചായ, അതിന്റെ ഉച്ചയ്ക്കുള്ളൊരു ചോറും അല്ലെങ്കിൽ ഒരു ഉച്ചഭക്ഷണം, ഇത്രയും മിസ്സാവുന്നുള്ളൂ. അതിന് റമദാനിൽ നമ്മുടെ ചെലവ് ഇരട്ടിയാവുകയാണ് അല്ലേ? റമദാനിൽ ചെലവ് കൂടാണ്. റമദാൻ എന്നാൽ തിന്നുകയാണോ എന്ന ഒരു തരത്തിലേക്ക് നമ്മളെ ആരൊക്കെയോ ചിന്തിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, സംഗതി പട്ടിണി കിടക്കേണ്ട മാസമാണ്. റമദാൻ വിശപ്പറിയേണ്ട സമയമാണ്. അതിന്റെ ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു അതർഹിക്കുന്ന വിധത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്, എന്തെങ്കിലും അള്ളാഹുലേക്ക് വേണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ വേറൊന്നുമില്ല, വേറൊന്നും നിങ്ങൾക്ക് ഇവിടെ തരാനില്ല. അള്ളാഹുലേക്ക് നമുക്ക് അടുക്കണം അല്ലേ? അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന താബിഈങ്ങളിൽ പ്രമുഖനായ ഒരാൾ തന്റെ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് കുറച്ച് കൊള്ളക്കാർ വന്ന് അവരെ കൊള്ളയടിച്ചു. ഭാര്യയുണ്ട്, മക്കളുണ്ട്, പരിചാരകരുണ്ട്, എല്ലാവരുടെ കയ്യിലുള്ള മുഴുവൻ സാധനവും കൊള്ളക്കാരെടുത്തു. അന്നൊക്കെ ഖുത്താഉ തുരീഖ് ധാരാളമുള്ള കാലമാണ്. വഴിയാത്ര ഭയങ്കര പ്രയാസമായിരുന്നു എന്നാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒന്നും കഴിക്കാൻ ഇവരുടെ കയ്യിലുള്ള മുഴുവൻ ഭക്ഷണവും മോഷ്ടാക്കൾ എടുത്തു കൊണ്ടുപോയിരിക്കുകയാണ്. അവരെടുത്ത് ഭക്ഷിക്കുന്നു, വളരെ കൂളായിട്ട് എടുത്ത് ഭക്ഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കള്ളന്മാരുടെ ഒരു സഈം, ഒരു നേതാവ് ആ കൂട്ടത്തിലുണ്ട്, അവരുടെ ഹെഡ്. ഇയാൾ ഭക്ഷണം കഴിക്കണില്ല, ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോ അപകടമൊന്നും ചെയ്തിട്ടില്ല, അവർ ഭക്ഷണം പിടിച്ചു പറിച്ചു, ഇവർ തിന്നാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, നിങ്ങളുടെ നേതാവാണോ അത്? അതെ. എന്താ അദ്ദേഹം ഈ ഭക്ഷണം തിന്നാത്തത് എന്ന് അയാളോട് പോയി ചോദിച്ചു. എന്താ തിന്നാത്തത് എന്ന് കൊച്ചു കള്ളന്മാർ ചെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമല്ല, ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്റകു ബൈനി വബൈന റബ്ബി ബാബൻ ഹത്താ അദ്ഖുല അലൈഹി യൗമൻ മാ. അത്റകു ബൈനി വബൈന അല്ലാഹി ബാബൻ ഹത്താ അദ്ഖുല മിൻഹു ഇലൈഹി യൗമൻ മാ. ഞാനും എൻ്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു വാതിൽ ഞാൻ തുറന്നു വെക്കുകയാണ്. എന്നെങ്കിലും ഒരു സന്മനസ് തോന്നുമ്പോൾ ആ വാതിലിലൂടെ എൻ്റെ റബ്ബിന്റെ അടുത്തൊക്കെ ഒന്ന് കയറി ചെല്ലാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പാണ്. കള്ളനാണെങ്കിലും സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. 2 വർഷങ്ങൾക്ക് ശേഷം സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് ഈ മനുഷ്യൻ, ഈ കൊള്ളക്കാരുടെ നേതാവ്. അന്ന് അദ്ദേഹം നല്ല മനുഷ്യനായി വലിയ സാഹിദായിട്ട് മാറിയിട്ടുണ്ട്. കില്ല പിടിച്ച് കരയുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ മുഖം പരിചയപ്പെട്ടു. അങ്ങനെ ഇയാൾ, യാ സുഹൈൽ അതഅരിഫുനി, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാനന്ന് പറഞ്ഞത്? അത്റകു ബൈനി വബൈന അല്ലാഹി ബാബൻ, ഞാനും എൻ്റെ റബ്ബിന്റെയും ഇടയിൽ ഞാനൊരു കവാടം ഒഴിച്ചിടാണ്, എന്നെങ്കിലും അതിലൂടെ എനിക്ക് കയറി വരാമല്ലോ, അതുകൊണ്ട് എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് വരാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നന്നായിട്ടുണ്ട്, പഴയ കള്ളത്തരൊന്നും എൻ്റെ കയ്യിലില്ല. സുബ്ഹാനല്ലാഹ്. റമദാൻ വരുമ്പോഴെങ്കിലും നന്നാവുന്ന ആളുകളുടെ, റമദാനാകുമ്പോൾ നിസ്കാരം, റമദാനാകുമ്പോൾ ഒരു നല്ല മനസ്സ്, റമദാനാകുമ്പോൾ വഞ്ചനയും തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെക്കുന്നത്, എനിക്ക് തോന്നുന്നു അള്ളാഹിന്റെ അടുത്തേക്ക് പോകണം എന്ന ചെറിയൊരു ഓർമ്മ എവിടെയോ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ആ ഓർമ്മ നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണല്ലോ എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പോലെ അള്ളാഹു അതെങ്കിലും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ നന്മയെക്കുറിച്ചൊരു ബോധം, എനിക്കെന്റെ പടച്ചവന്റെ അടുത്തേക്ക് പോകണം, അല്ലേ, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകണം എന്നൊരു ചിന്തയിൽ നമ്മുടെ മനസ്സിന് മാറ്റം വരണം. എങ്കിൽ ഹിദായത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ഉലമാ പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹു അല്ലാത്തവർക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹ്ക്ക് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹു അല്ലാത്തവർക്ക് തൗബയുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഗാംബ്ലിംഗ്, അല്ലേ, മൈസർ,
ചൂതാട്ടത്തിൽ മുതലാളി പൈസ മുഴുവനും വെച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ പൈസയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചൂതാട്ടത്തിൽ. ഇനി ഒരു ഫിൽസ് പോലും കയ്യിൽ ബാക്കിയില്ല. അന്നേരം ഒരു തൗബ വരാനുണ്ട്, ഞാൻ ഇനി പണിക്ക് പോകൂല പടച്ചോനെ, ഇനി ഞാൻ ഈ പണിക്കില്ല. ആ തൗബയല്ല അള്ളാഹുവിന് വേണ്ടത്. കള്ളു കുടിച്ചു, മുദ്മിനു ഖംർ, മദ്യപാനം ശീലിച്ച് കരള്, ഹൃദയവും ശരീരവും നശിപ്പിച്ച് ഡോക്ടർ പറഞ്ഞു, ഇനിയൊരു മുറുക്ക് നിങ്ങൾ കള്ളു കുടിച്ചാൽ നിങ്ങൾ സംഗതി ഔട്ടായി പോകുന്നു പറഞ്ഞാൽ അപ്പൊ തൗബ ചെയ്ത് മടങ്ങാണ്, പടച്ചോനെ ഇനി ഞാൻ കള്ളു കുടിക്കൂല. ഇതല്ല അള്ളാഹുവിന് വേണ്ടിയുള്ള തൗബ. വ്യഭിചരിച്ചു, തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് സംഗതി ഏതൊക്കെയോ വീഡിയോ ക്യാമറയിൽ പിടിച്ചിട്ട് നാട്ടുകാരെ അറിഞ്ഞു, പടച്ച തമ്പുരാനെ ഇനി ഞാൻ ഈ പണിക്കില്ല കേട്ടോ. ഇതല്ല തൗബ, ഇതല്ല അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യും. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടല്ല, ഒരു അപകടം പേടിച്ചത് കൊണ്ടല്ല, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. ഈ ചിന്തയാണ് അള്ളാഹു സൂറത്തു തഹരീമിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഭാഗമാണ് ഞാൻ ഓതി വെച്ചത്. യാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ അങ്ങനെ ഒരു മടക്കം അവനിലേക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അല്ലാഹ്. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. നല്ല പശ്ചാത്താപം സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും നടത്തിയേക്കണം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വേദനയോടുകൂടെ അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കണം. എല്ലാവരും പശ്ചാത്തപിച്ചേക്കണം അല്ലെ? സൂറത്തുൽ മുഅ്മിനൂനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അച്ചടക്കം പഠിപ്പിക്കുന്ന ദീർഘമായ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുലേക്ക് മടങ്ങിക്കോളി. അള്ളാഹുലേക്ക് എല്ലാവരും പശ്ചാത്തപിച്ച് മടങ്ങിയേക്കണം. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിന് വേണ്ടി പശ്ചാത്തപിച്ച് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കോളി മുഅ്മിനീങ്ങളെ എന്ന് അള്ളാഹു പറയാം. എന്താ? അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങളുടെ തിന്മകളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ മാപ്പ് ചോദിക്കും, അള്ളാഹു പുറത്തു തരും അല്ലേ? രാജ്യങ്ങളൊക്കെ ആംനസ്റ്റി പ്രഖ്യാപിക്കാറുണ്ട്, പൊതുമാപ്പ്. പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ രേഖയില്ലാതെ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു ലീഗൽ ക്വസ്റ്റ്യനിങ്ങും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം അല്ലേ? പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ ഗൾഫുകാരായ നമുക്കൊക്കെ അത് കേട്ടു പരിചയമുള്ള വാക്കാണ്. റമദാൻ അള്ളാഹു വെച്ചിരിക്കുകയാണ്, പൊതുമാപ്പാണ്. എന്തിന്? അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം. അള്ളാഹുവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യണം. പൊതുമാപ്പ് കിട്ടണമെങ്കിൽ ആള് രേഖ ഇല്ലാത്ത ഒരു മനുഷ്യൻ, കുറ്റവാളിയായ ആൾ നിയമത്തിന്റെ മുമ്പിലേക്ക് വരണം. ഞാൻ പിടികൊടുക്കണം, ഞാൻ തെറ്റുകാരനാണ്, മാപ്പ് തന്നേക്കണം. മാപ്പാണ്, നീ നാട്ടിലേക്ക് പോയിക്കോ. അള്ളാഹുവിന്റെ ആംനസ്റ്റിയാണ്, അള്ളാഹുവിന്റെ പൊതുമാപ്പാണ് പരിശുദ്ധ റമദാൻ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. കുറച്ചു കാലേ നമുക്ക് ജീവിതമുള്ളൂ, വളരെ കുറച്ചു കാലം. ഈ കുറച്ചു കാലത്ത് എത്രയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ തെറ്റുകളും കൂട്ടി നോക്കിയാൽ തിന്മയുടെ ഗ്രാഫാണ് മുകളിൽ. യാ അല്ലാഹ്, ഓരോ വർഷവും അള്ളാഹു നമ്മെ സർവീസ് ചെയ്യാൻ അല്ലേ? വണ്ടികൾക്കൊക്കെ മേജർ സർവീസുകൾ ഉണ്ടാവും, ശരിക്ക് ക്ലീൻ ചെയ്യാൻ, എല്ലാം തുടച്ചു നീക്കി ശുദ്ധമായി 11 മാസം അതാകുമ്പോഴേക്കും ഒരു റമദാൻ. ഇങ്ങനെ അള്ളാഹുമായുള്ള നമ്മുടെ അഹദ്, നമ്മുടെ ഉടമ്പടി പുതുക്കാനുള്ള അവസരം 3-4 ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയായിരുന്നു റമദാനിനെ സ്വീകരിച്ചിരുന്നത്? അവർ പറയാൻ, ഞങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരാളോടെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ, ഒരു വെറുപ്പുണ്ടെങ്കിൽ, ഒരാളോടെങ്കിലും ഞങ്ങൾ പിണങ്ങിക്കഴിയുകയാണെങ്കിൽ ആ അവസ്ഥയിൽ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല ഈ പറയുന്നത്. മുഅ്മിനായ ഒരു മനുഷ്യനോട്, മുസ്ലിമായ ഒരു മനുഷ്യനോട് ഹൃദയത്തിൽ ദേഷ്യമുണ്ടായിരിക്കെ റമദാനിനെ പോലും ഞങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സ് റമദാനാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാം കഴുകി ശുദ്ധിയാക്കിയിരിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം അള്ളാഹുവിനെ മാപ്പാക്കി കൊടുക്കുക, ഇബാദുമായിട്ടുള്ള ബന്ധങ്ങൾ ക്ലിയർ ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു,
മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ മിൻ അഖീഹി, ആർക്കെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും അർഹതയില്ലാത്തത് പിടിച്ചു വാങ്ങിയ അവസ്ഥയുണ്ടെങ്കിൽ, മിൻ ഇർദിഹി, അയാളുടെ അഭിമാനമാകാം, യാ അല്ലാഹ്, ഔ മാലിഹി, അയാളുടെ സമ്പത്താകാം. നമ്മളൊക്കെ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു പോകും. ഇസ്തിഖ്ബാറിന് വേണ്ടിയാണ് മനുഷ്യന്മാർ ഗീബത്ത് പറയാന്ന. ഇസ്തിഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എടുക്കാൻ. അല്ല, മൂപ്പരുടെ മറ്റേ വിഷയം എന്തായി, ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ന്യൂസ് എടുക്കാനായി ഗീബത്തൊക്കെ വരിക. അല്ല, മറ്റേതെന്തായി, മറ്റേ വിഷയം എന്തായി? ഇസ്തിഖ്ബാർ, മനുഷ്യന്മാരുടെ അഭിമാനത്തിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടുള്ളത്. ഔ മാലിഹി, അവന്റെ സമ്പത്തിൽ നിന്ന്. ഫൽയതഹല്ലൽഹുൽ യൗം, ഇന്നത്തെ ദിവസം അതിൽ നിന്ന് മോചനം സിദ്ധിച്ചേക്കണം. ഖബ്ല അൻ യുഖദ് യൗമ ലാ യകൂനു ദീനാറുൻ വലാ ദിർഹം, ഒരു ദീനാറോ ദിർഹമോ പകരം കൊടുക്കാൻ പറ്റാത്ത അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തുന്നതിന്റെ മുമ്പ് ഇന്ന് തന്നെ തീർത്തേക്കണം. ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്. എന്ത്? ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയുർ റഹ്മ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ശരീഅത്തിലുണ്ടോ? ഉണ്ട്, നമ്മുടെ ശരീഅത്തിൽ അതുണ്ട്. പക്ഷേ നമ്മുടെ ശരീഅത്തിലുണ്ട് അൽ ഐനു ബിൽ ഐൻ വൽ അൻഫു ബിൽ അൻഫ് വൽ ഉദ്ന ബിൽ ഉദ്ൻ, കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, മൂക്കിന് പകരം മൂക്ക് എന്ന നിയമം ഈ ലോകത്തുണ്ട്. പക്ഷേ നീ എങ്ങനെയാണോ ആളുകളുമായി ഇടപെടുന്നത്, ആ രീതിയിലാണ് നാളെ അള്ളാഹു നിന്നോട് ഇടപെടുന്നത്. എന്ന് പറഞ്ഞാൽ, നീ ആളുകളോട് ചോദിച്ചതിന് പ്രതികാരം എടുക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ, നീ ചെയ്ത കുറ്റങ്ങൾക്ക് നാളെ അള്ളാഹു പ്രതികാരം എടുക്കും. സുബ്ഹാനല്ലാഹ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് അവിടെ ആർത്തി വെച്ചിട്ടുണ്ട്. ഒരു കള്ളനെടുത്ത് ഓടി. യാ അള്ളാഹ്, അന്നൊക്കെ ഡ്രസ്സ് കിട്ടിയാൽ മതി, അതിന്റെ ഉള്ളിൽ മൊബൈൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അന്ന് ഡ്രസ്സ് തന്നെ ധാരാളമാണ്. എടുത്തോടി. ഡ്രസ്സ് പോയി എന്ന് കണ്ടപ്പോ അബൂ യസീദ് റഹിമഹുല്ലാ ഉടുത്ത മുണ്ടെടുത്തിട്ട് പിന്നാലെ ഓടി, കള്ളന്റെ പിന്നാലെ. നീ അവിടെ നിൽക്ക്, നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. ഒന്ന് ഉറപ്പാണ്, നീ ഒന്നും ചെയ്യ, അവിടെ നിൽക്കെന്ന് പറഞ്ഞു. കള്ളൻ അവിടെ നിന്നു. അബൂ യസീദ് റഹിമഹുല്ലാ ചെന്നിട്ട് പറഞ്ഞു, അല്ല, നീ ഈ എടുത്ത ഡ്രസ്സ് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് എന്ന് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. അതിന് നിനക്ക് അള്ളാന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവരുത്, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നീ ചെയ്താൽ അള്ളാഹു നാളെ നിന്നോട് അതാ ചെയ്യാൻ പോകുന്നത്. അള്ളാഹു പറയും, നിനക്ക് ഞാൻ മാപ്പാക്കി തന്നു. യാ അള്ളാഹ്, എന്റെ അബിദിനെ നീ മാപ്പാക്കി കൊടുത്തില്ലേ, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു. എന്റെ മുഅ്മിനെ, വയറു മാത്രം വിശക്കുന്നതല്ല നോമ്പ്, ഖൽബ് ശുദ്ധിയാക്കാനുള്ള നോമ്പ്. ലഅല്ലകും തത്തഖൂൻ. നോമ്പ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, പാവപ്പെട്ടവന്റെ വിശപ്പറിയാൻ, മിസ്കീന്മാരുടെ അവസ്ഥ അറിയാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ. അൽഹംദുലില്ലാഹ്, അതൊക്കെ നോമ്പിന്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ആണ്. പക്ഷെ നോമ്പിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹു പറഞ്ഞ ലക്ഷ്യം എന്താ? എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാനാ. പാവപ്പെട്ടവന്റെ വിശപ്പറിയണമെങ്കിൽ പാവപ്പെട്ടവനോട് നോമ്പ് നിൽക്കണ്ടെന്ന് പറയും. എന്നാൽ നിനക്ക് എന്തായാലും ടേസ്റ്റ് അറിയുമല്ലോ, നീ നിൽക്കണ്ട. അല്ല, പാവപ്പെട്ടവനും നിൽക്കണം, മുതലാളിയും. അതിനർത്ഥം നോമ്പിന്റെ ലക്ഷ്യം പാവപ്പെട്ടവന്റെ വിശപ്പറിയലല്ല, അത് അതിന്റെ മറ്റു ലക്ഷ്യങ്ങളിൽപ്പെട്ടതാകാം. പക്ഷെ അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ. വെള്ളവും പാനീയവും നിങ്ങൾക്ക് ഹലാലാണ്, അത് നോമ്പല്ലാത്ത പകലുകളിൽ നിങ്ങൾക്ക് ഹലാല് തന്നെ. മദ്യമല്ല കുടിക്കരുത്, പച്ചവെള്ളം കുടിക്കാൻ പാടില്ലല്ലോ റമദാനിന്റെ പകലിൽ, അല്ലേ? നോമ്പെടുക്കുന്ന അവസ്ഥയിൽ പാടില്ല, അത് ഹലാലാണ്. ജീവിതം മുഴുക്കയും ഹലാലായിരുന്ന സംഗതികൾ റമദാനിന്റെ 30 ദിവസത്തെ പകലുകളിലൂടെ അള്ളാഹു ഹറാമ് പോലെ നിങ്ങളോട് പെരുമാറാൻ പറഞ്ഞപ്പോ, അല്ലേ, ആ വസ്തുക്കൾ സ്വീകരിക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത് ഹറാം എടുക്കുന്ന പോലെ ഹറാമ് തന്നെ. അങ്ങനെ നിങ്ങൾക്ക് ഹലാലിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുമെങ്കിൽ ഹറാമിൽ നിന്ന് എന്തായാലും വിട്ടുനിൽക്കാൻ അത് നിങ്ങളെ സഹായിക്കണ്ടയോ? അതാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടി. ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ കള്ളുങ്ങൾ എന്തായാലും കുടിക്കാൻ പാടില്ല. യാ അല്ലാഹ്, റമദാനിന്റെ പകലിൽ നിങ്ങൾക്ക് സ്വന്തം ഭാര്യയുമായുള്ള ബന്ധം ഹലാലാണ്, അതുപോലും റമദാനിന്റെ പകലിൽ പറ്റില്ലെങ്കിൽ വ്യഭിചാരം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? എന്ത് പ്രയാസമാ നിങ്ങൾക്കുള്ളത്? ലഅല്ലകും തത്തഖൂൻ, ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് തരുന്നത് അല്ലാഹു ജല്ല ജലാലുഹു.
അപ്പോ റമദാനിനെ സ്വീകരിക്കണമെങ്കിൽ ഖൽബങ്ങ് ശുദ്ധിയാക്കിയേക്കണം മുഅ്മിൻ. എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കേ അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു പരന്നപ്പോൾ അക്കൂട്ടത്തിൽ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു എന്തോ ചില വാക്കുകൾ ആർക്കെയോ പറഞ്ഞതങ്ങട്ട് ഏറ്റ് റിപ്പോർട്ട് ചെയ്തു പോയി. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. സ്വന്തം മക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഏത് വാപ്പാക്ക് സഹിക്കാൻ പറ്റുമത്? കല്യാണം മുടക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ട്. ഇത് കല്യാണം മുടക്കലല്ല നടന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, മുഅ്മിനീങ്ങൾക്ക് ഉമ്മയാണ്. ആ പരിശുദ്ധയായ സിദ്ദീഖ എന്നവരുടെ മകൾ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, സിദ്ദീഖയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അവരെ പറ്റി പറഞ്ഞപ്പോ ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു പച്ചപ്പാവമായിരുന്നു. അവരെ സഹായിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സ്വന്തം മകൾ ആയിഷ ബീവിയുടെ പ്രശ്നം മുനാഫിക്കുകളും കപടവിശ്വാസികളും പറഞ്ഞു വരത്തിയപ്പോ ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കില്ലെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. നമ്മളാണെങ്കിലും അങ്ങനെ പറയൂലേ? നമ്മളാണെങ്കിലും പറയൂലേ? നാട്ടിലൊക്കെ ഭയങ്കരമാണ് ഈ കല്യാണം മുടക്കൽ ആവേശ. ചില ആൾക്കാർക്ക് അന്വേഷിക്കുന്ന ആൾക്കാർ എങ്ങാനും ചെന്ന് പെടുന്നത് ഇയാളുടെ മുമ്പിലായിരിക്കും. എങ്ങനെ അപ്പോ വേറെ ആരും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അത് മതി, ഇനി അതിലപ്പുറം എന്താ പറയാ? ഭയങ്കര വേദന ഉണ്ടാവും. കുടുംബങ്ങൾ തമ്മിൽ എന്തൊരു വൈരാഗ്യം ഉണ്ടാവും. ഇങ്ങനത്തെ ആളുകളോട് നമ്മുടെ മാനസിക ബന്ധം എന്താ? എന്തൊരു വെറുപ്പായിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വ്യഭിചരിച്ചു എന്നാണ് ആരോപണം ഈ പറയുന്നത്. അന്നേരം പറഞ്ഞു, ഇനി മുതൽ മിസ്തഹിന് ഞാൻ അര ഫിൽസ് പോലും കൊടുക്കൂല, ഞാനിനി സഹായിക്കൂല. ആര് പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ ആയത്തിറങ്ങിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅഹ് أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم. يا الله, സിദ്ദീഖ് തങ്ങൾ ഓടി വന്നു, നബിയേ എന്നെ പറ്റിയാണോ ഈ പറഞ്ഞത്? നിങ്ങളിൽ അല്ലാഹു സമ്പത്തും സൗകര്യങ്ങളും കൊടുത്ത ആളുകൾ, പാവപ്പെട്ട ഹിജറ ചെയ്തു വന്ന ആളുകൾ, ഫക്കീറന്മാരും മിസ്കീന്മാരുമായ ആളുകൾക്ക് ഞാൻ ഇനി ഒന്നും കൊടുക്കൂല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയല്ല. വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കിൻ, നിങ്ങൾ പുറത്തു കൊടുക്കിൻ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ പടപ്പുകൾക്ക് പുറത്തു കൊടുക്കിൻ. പറഞ്ഞു വരുന്നത്, നമ്മൾ സൃഷ്ടികളോട് എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് അള്ളാഹു നമ്മളോട് നാളെ പെരുമാറാൻ പോകുന്നത് എന്നർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മാപ്പാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുടന്തനായൊരു മനുഷ്യൻ, രണ്ട് കാലില്ലാത്ത ഒരാൾ തന്നെ ആക്രമിച്ചാൾക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെയല്ല. എണീക്കാൻ പറ്റൂല, പിന്നെ എന്ത് പ്രതികാരം? അല്ല, എല്ലാം കഴിയും. ഉരുളക്കുപ്പേര് കൊടുക്കാൻ പറ്റും, പക്ഷേ നമ്മളത് ചെയ്യല്ല. അള്ളാഹ്ക്ക് വേണ്ടി മാപ്പാക്കി കൊടുക്കും. റമദാന വരുന്നത്, നമ്മളൊക്കെ ശുദ്ധിയാകാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കുറച്ച് പൈസ മോഷ്ടിച്ചു. അന്ന് ഈ പോക്കറ്റടിക്കാർ അന്നുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ 5 കാശ് കീശയിലില്ല, ആരോ പോക്കറ്റ് അടിച്ചതാണ്. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനാണവർ. വല്ലാത്ത കരച്ചിൽ. അപ്പൊ ചോദിച്ചു, ഇമാം എന്തിനാ കരച്ചിൽ? പൈസ പോയാൽ നമ്മൾ കരയോ? ചില ആൾക്കാർ കരഞ്ഞു എന്ന് വരും, അല്ലേ? ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ കരച്ചിൽ അസാധാരണമാണ്. എന്തിനാണ് ഈ കരച്ചിൽ? മനപ്പെട്ടവർ പറയാ, ദഖർതു മഖാമി വ മഖാമഹു ഇൻദല്ലാഹ് ഇൻദമാ ഉജാദിലുഹു അമാമ അല്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ എന്റെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയ ആളും ഞാനും അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ തർക്കിക്കുമല്ലോ. പടച്ചവനെ, ഇവൻ എന്റെ ഹക്കെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ പറയുമ്പോ ഈ കൊണ്ടുപോയ കള്ളൻ അല്ലാഹുവിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയാനുണ്ട്? അല്ലാഹ്, ഈ കള്ളന്റെ അവസ്ഥ എന്തായിരിക്കും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ? അവനെ ഓർത്ത് കരയാണ്. യാ അല്ലാഹ്, ഈ കള്ളനൊന്നും മറുപടി അള്ളാഹിന്റെ അടുത്ത് പറയാനില്ല, ഉണ്ടാകില്ലല്ലോ പടച്ചവനെ. ഈ കള്ളന്റെ കാര്യം അപകടമല്ലേ പടച്ചവനെ, ഇയാൾ എന്ത് പറയും അള്ളാഹിന്റെ മുമ്പിൽ? അവനിങ്ങളെ ഭയങ്കരമാണ്. ഇസ്ലാമിന്റെ അഖ്ലാഖ് ഭയങ്കരമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ, ഹക്കും ബാത്തിലും വേർതിരിച്ചു തരുന്ന മഹാൻ. സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്താണ് ശത്രു വന്ന് കുത്തിയത്. ആ കുത്ത് വയറിന് ഒന്നാകെ കുടൽമാലകൾക്ക് ദ്വാരമായി രക്തമൊലിച്ചു വന്ന് ബഹുമാനപ്പെട്ടവരെ സ്വഹാബത്ത് താങ്ങി കൊണ്ടുപോയി കടത്തി.
ബോധം തെളിഞ്ഞു വന്നപ്പോൾ ചോദിച്ചു, പടച്ചോനെ, എന്റെ സുബഹി നിസ്കാരം ഞാൻ ഖളാ വീട്ടിട്ട് പൂർത്തിയാക്കിയില്ലല്ലോ, എനിക്ക് ഉളു എടുത്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ കിടന്ന കിടപ്പിലിരുന്നിട്ട് ആ സുബഹി പൂർത്തിയാക്കി. യാ അല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, എന്നെ കുത്തിയ ആള് മുസ്ലിമാണോ കാഫിറാണോ എന്ന് പോയി നോക്കി എന്ന് പറഞ്ഞു. നോക്കുമ്പോ ആള് മുസ്ലിമല്ല. അൽഹംദുലില്ലാഹ്, ഉമർ തങ്ങൾ ഉടനെ പറഞ്ഞ വാക്കതാ, അൽഹംദുലില്ലാഹ് ലം യജ്അൽ മൗതി അലാ യദി കാഫിരിൻ. പടച്ചവനെ, എന്റെ മരണത്തിന് കാരണമായതൊരു മുസ്ലിമാണെങ്കിൽ നാളെ ആ മുസ്ലിമും ഉമറും അള്ളാഹിന്റെ മുമ്പിലേക്ക് വരുമ്പോ ആ മുസ്ലിമിന്റെ ഈമാനാണ് ഉമറിന്റേതിനേക്കാളും കൂടുതലെങ്കിൽ ഉമറിന്റെ നാളെ രക്ഷപ്പെടാൻ കഴിയൂല. അപ്പുറത്തുള്ള മുസ്ലിമാണെങ്കിൽ എന്നെ കൊന്നത് കാഫിറാണല്ലോ, അതുകൊണ്ട് ഉമറിന്റെ ഈമാനുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ഉമർ കാഫിറല്ലല്ലോ, നാളെ ജയിക്കാൻ പറ്റുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് ചിന്തിക്കുന്ന മഹാൻ ഇസ്ലാമിന്റെ മോറൽ നോക്കണം. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ വഫാത്തായവരാണ്. ഒരുപാട് കാലം ഇറാഖിലാ ജീവിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അഖ്മുസാഹു ബിൽ അർശ്, അർശിനെ തട്ടി നിൽക്കുന്ന കാൽപാദമാണ് ബഹുമാനപ്പെട്ടവർക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒരാൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി. എന്ത് ചെയ്യും? നാഗ പൈസ നമ്മൾ ATM-ലൂടെ എടുക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ചീറ്റിങ്ങും ഓൺലൈൻ ഫ്രോഡൊക്കെ നടക്കും. നേർക്ക് നേരെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന കാലം. സുബ്ഹാനല്ലാഹ്. അസ്ഹാബ് കൂടെ കൂടിയിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അങ്ങോട്ട് ദ്വാരക്കിന്, ആ കള്ളനെ ഇപ്പൊ കിട്ടണം, ആ കള്ളൻ തല കറങ്ങി വീഴണം, ആ കള്ളന്റെ തലക്ക് ഇടുത്തി വീഴണം, നിങ്ങൾ ദ്വാരന്നേക്ക് ഞങ്ങളെ കാമ്യം പറയാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പടച്ചോനെ ആ കള്ളനൊന്ന് കിട്ടിയാൽ എന്ന് പറയും. മുഅ്മിനീങ്ങളെ, എത്രയോ കൂലി കിട്ടുന്നൊരവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. എന്തായാലും സംഗതി തിരിച്ചു കിട്ടൽ പ്രയാസമാണ്. എന്നാൽ പിന്നെ അതൊരു ഇബാദത്താക്കി മാറ്റിക്കൂടെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ഞാനാണ് മുതലാളി, ഞാൻ ദ്വാരക്ക നിങ്ങൾ കാമ്യം പറഞ്ഞോളൂ. എന്താ ദുആ? അല്ലാഹുമ്മ, പടച്ചവനെ, ഇൻ കുൻത തഅലം, നിനക്കറിയുമെങ്കിൽ പടച്ചവനെ, അന്നഹു മുഹ്താജുൻ ഇലൈഹി, ഈ എന്റെ സമ്പത്ത് മോഷ്ടിച്ച കള്ളൻ ഈ പൈസ ആവശ്യമുണ്ടായിട്ട് കള്ളനാണെങ്കിൽ ഫബാരിക് ലഹു ഫീ, പടച്ചോനെ അയാൾക്ക് നീ ബർക്കത്ത് കൊടുക്കുക റബ്ബേ, ഈ കട്ട മുതലിൽ ബർക്കത്ത് കൊടുക്കുക. അയാൾക്കത് ആവശ്യം ഉണ്ടായിട്ടാണ് എടുത്തതെങ്കിൽ. പടച്ചവനെ, ഈ കള്ളനിത് എന്റെ പൈസന്റെ ആവശ്യമില്ലായിരുന്നു, വെറുതെ എന്നെ ഇടങ്ങേറാക്കാൻ എടുത്തതാണെങ്കിൽ ഇത് ഈ മനുഷ്യൻ നിന്നോട് ചെയ്യുന്ന അവസാനത്തെ തെറ്റാക്കി കൊടുക്കുക റബ്ബേ, ഇനിയൊരു തെറ്റിയാ നിനക്ക് ഇതിൽ ചെയ്യാൻ പാടില്ല, നന്നാക്കി കൊടുക്കുക പടച്ചവനെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മിനിങ്ങളെ, ഈ മുൻഗാമികളുടെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ സംസ്കാരം മനസ്സിലാക്കേണ്ടത്. ഇവരിൽ നിന്നാണ് നമ്മൾ ഗുണവും നന്മയും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കുടുംബങ്ങളിൽ, ചങ്ങാതിമാരിൽ, സുഹൃത്തുക്കളിൽ, നമ്മളുമായി ഇടപഴകുന്ന ആളുകളിൽ, കച്ചവടത്തിന്റെ ഷെയർ കൂടിയ ആളുകളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിൽ എന്തെല്ലാം നമ്മുടെ വീഴ്ചകളോ നമുക്ക് നഷ്ടങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാപ്പാക്കി കൊടുക്കിൻ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബലാ യാ റബ്ബ്, ഉണ്ട് പടച്ചവനെ, ഞാൻ കൊതിക്കുന്നു റബ്ബേ, നീ എനിക്ക് മാപ്പാക്കി തരണം, അല്ലാഹ് എനിക്ക് മാപ്പാക്കി താ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹ് തങ്ങൾക്ക് മരിക്കും വരെ പിന്നെയും സഹായം തുടർന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളെ, ലഅല്ലകും തത്തഖൂൻ, അല്ലാഹുവിലേക്ക് വിളിക്കുകയാണ് നമ്മളെ നല്ല മനുഷ്യരായിട്ട്, ഹൃദയം തുറന്നവരായി. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അല്ലാഹുവിനെ സമീപിച്ച ആളുകൾക്കല്ലാതെ നാളെ രക്ഷയില്ല. അങ്ങനെ അല്ലാഹു നമ്മെ വിളിക്കുകയാണ് റമദാനിലൂടെ. യാ അല്ലാഹ്, അല്ലാഹു നമുക്ക് ഈ റമദാൻ നമ്മുടെ ഹൃദയവും ശരീരവും എല്ലാം കഴുകി ശുദ്ധിയാക്കി മുത്തഖീങ്ങളായി ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ചേരാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ കുറച്ചേ ഉള്ളൂ, റമദാൻ എത്താറായി. 6 മാസത്തോളം മുൻഗാമികൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, പടച്ചോനെ റമദാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ റബ്ബേ. 6 മാസം മുമ്പ് ദുആ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, 6 മാസം മുമ്പ് മഹാനായ മഅല ബിനുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. 6 മാസം ഞങ്ങൾ ദുആ ചെയ്തു, പടച്ചോനെ റമദാൻ കൊണ്ട് റബ്ബേ, ഈ ഒരു റമദാനെങ്കിലും കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് റബ്ബേ. റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ, റമദാനിലെ ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസം പടച്ചവനെ ഞങ്ങൾ ആ റമദാനിൽ ചെയ്തതൊക്കെ നീ കബൂലാക്കണം കേട്ടോ റബ്ബേ, നീ അത് സ്വീകരിക്കണം റബ്ബേ, നീ അത് സ്വീകരിക്കണേ പടച്ചവനെ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. യാ അല്ലാഹ്, റമദാൻ വരുന്നത്, സന്തോഷിക്കുന്നത്,
ഈമാനിന്റെ ലക്ഷണമാണ്. റമളാനിന്റെ വരവ് സന്തോഷിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. മുഅ്മിനീങ്ങൾക്ക് ഇത് കഴിയും. റമളാൻ എന്ന് വരുമ്പോഴേക്കും ഒരു ബേജാറാണ്. മുഅ്മിനെ ഈമാനിന്റെ വിഷയത്തിൽ ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സുണ്ടായപ്പോഴാ മാസം കാണാൻ വേണ്ടി വന്നത്. യാ അല്ലാഹ്, റമളാനിന്റെ മാസം കാണാൻ 100 വയസ്സാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽ അവസാന കാലം വഫാത്തായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമല്ലേ. 100 വയസ്സ് പുറത്തു വന്നിരിക്കുക. മഗ്രിബിന്റെ നേരത്ത് റമളാനിന്റെ മാസപ്പിറവി കാണുന്നുണ്ടോ? യാ അല്ലാഹ്, മുഅ്മിനീങ്ങളെ ഒന്ന് പുറത്തിറങ്ങി നോക്കുക. സൗകര്യപ്പെടുന്ന ആളുകൾ മാസം കാണാൻ കഴിയുന്ന തുറസായ സ്ഥലത്തുനിന്ന് പോയി നിൽക്കുക. സാധ്യതയുള്ള രാത്രി അത് കൂലിയാണ്. നമ്മൾ നോക്കുക, ടി വി ഓൺ ചെയ്ത് റേഡിയോയിൽ പറയുന്നുണ്ടോ, ടി വി പറയുന്നുണ്ടോ, നമ്മളൊന്ന് പുറത്തിറങ്ങിയ കൂലിയാണ്. അനസ് റളിയല്ലാഹു 100ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി. യാ അല്ലാഹ്, അങ്ങനെ ഇരിക്കുമ്പോ മാസം കാണുന്നുണ്ടോ എന്ന് നോക്കുമ്പോ ചെറുപ്പക്കാർ ഒരുപാട്, ഖാദി ഇയാസ് റഹ്മഹുല്ലാഹ് അടക്കമുള്ള പ്രഗത്ഭനായ ജഡ്ജാണ് ഖാദി ഇയാസ്, അവരൊക്കെ സദസ്സിലുണ്ട്, ആ കൂട്ടത്തിലുണ്ട്. ആരും മാസം കാണില്ല. അനസ് റളിയല്ലാഹു അൻഹു മാത്രം കണ്ടു. അതാ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, 100 വയസ്സുള്ള അനസ് റളിയല്ലാഹു അൻഹു മാസം കാണേ. എല്ലാവരും ആരും നോക്കിയിട്ടും കാണുന്നില്ല. ആര് നോക്കിയിട്ടും കാണും. പിന്നെ ഏത് മാസമാണ് അനസ് റളിയല്ലാഹു അൻഹു കണ്ടത്? സുബ്ഹാനല്ലാഹ്, അന്ന് 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രായത്തിലാണ്. അപ്പൊ ഖാദി ഇയാസ് റഹ്മഹുല്ലാഹ്, ജഡ്ജാണ് ഇയാസ് റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന് തോന്നി ഇതെന്തോ ഒരു സംഗതി കുഴപ്പമുണ്ട്. നേരെ ചെന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പുരികങ്ങളെ തടവിട്ട് നേരാക്കി കൊടുത്തിട്ട് ചോദിച്ചു, ഇനിയൊന്ന് നോക്കി കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കാണുന്നില്ല. അപ്പൊ സംഗതി കൊടുത്തൊരു മുടി ഇങ്ങനെ പുറത്തേക്ക് വന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്, 100 വയസ്സ് കഴിഞ്ഞപ്പോഴും ആവേശത്തിൽ പുറത്തിറങ്ങ. റമളാനിന്റെ മാസപ്പിറവി കാണുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഈ വരവ്, റമളാനിന്റെ വരവ് നഫഹാത്ത്. അലാ ഇന്ന ലിറബ്ബികും ഫീ അയ്യാമി ദഹ്രികും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ചില റഹ്മത്തിന്റെ കാറ്റടിച്ചു വീശാനുണ്ട്. ആ കാറ്റടിച്ചു വീശുമ്പോ മുഅ്മിനീങ്ങളെ ആ കാറ്റത്തേക്കൊന്ന് നിന്നൊടുക്കണം കേട്ടോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റിങ്ങനെ അടിക്കാൻ, ആ കാറ്റ് വരുമ്പോ നിങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നൊടുക്കണം കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റിൽ ഗംഭീരമായി അടിച്ചു വീശുന്ന കാറ്റടിക്കുന്ന കാലമാണ് പരിശുദ്ധ റമളാനിന്റെ 30 ദിനരാത്രങ്ങൾ. മുഅ്മിനീങ്ങളെ, അള്ളാഹിന്റെ റഹ്മത്ത് അള്ളാഹു കൊടുക്കുകയാണ്. ഞാൻ വാരിക്കോരി കൊടുക്കുകയാണ്, സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമദാൻ വരുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖൈർ ഖുതുബ ഓതി കൊടുത്തിട്ടുണ്ട്. എന്താ മിമ്പറിൽ പറഞ്ഞത്? അതാക്കും ഷഹ്റു റമദാൻ, റമദാൻ ഇതാ വന്നിരിക്കുന്നു സ്വഹാബ. ഇവിടെ വരാനായിട്ടേ ഉള്ളൂ. ഇന്നത്തെ ഖുതുബയിലേക്ക് അതല്ലേ പറഞ്ഞത്? റമദാനിനെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബ. റമദാൻ ഇതാ വന്നിരിക്കുന്നു. അതാക്കും ഷഹ്റു റമദാൻ ഷഹ്റു ബറക ഫീഹി ഖൈറുൻ യഗ്ശാകും യുഗ്ശീകുമുല്ലാഹ്. അല്ലാഹു നിങ്ങളെ പൊതിയുന്ന കാരുണ്യം അല്ലാഹുവിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഫയുൻസിലു റഹ്മ, അല്ലാഹു കാരുണ്യം നിങ്ങൾക്ക് ഇറക്കി തരുന്നുണ്ട് റമദാനിൽ. വയഹുത്തു ഫീഹിൽ ഖതായ, നിങ്ങളുടെ തിന്മകളെല്ലാം അല്ലാഹു മാപ്പാക്കി തരുന്നു. വയസ്തജീബു ഫീഹി ദുആ, ദുആഇന അല്ലാഹു നിങ്ങൾക്ക് സ്വീകരിക്കുന്നു. യൻറുല്ലാഹു ഇലാ തനാഫുസികും, നിങ്ങളുടെ മത്സരം അല്ലാഹു നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. യാ അല്ലാഹ്, ഫയുബാഹി ബികും മലായികതഹു, തന്റെ മലക്കുകളോട് അഭിമാനം പറയും അല്ലാഹു, എന്റെ മുഅ്മിനീങ്ങൾ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കണ്ടില്ലയോ? 15 മണിക്കൂർ നീളം വരുന്ന പകലിലാണ് ഇമാറാത്തിലെ മുഅ്മിനീങ്ങൾ നോമ്പ് നോൽക്കുന്നത്. അല്ലാഹു പറയും, കാണുന്നില്ലേ മലക്കുകളെ, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടിലാണ് അവർ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എനിക്ക് നോമ്പനുഷ്ഠിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? ഈ മുഅ്മിനീങ്ങളാണ് ഇഫ്താറും കഴിഞ്ഞ് നീണ്ട നേരം തറാവീഹിന് വേണ്ടി ഖിയാമുൽ ലൈലിന് വേണ്ടി നിൽക്കുന്നത്. മലക്കുകളെ നിങ്ങൾ ഇവരെ കാണുന്നില്ലേ? എന്താ കാരണം? ഇവരെ പടക്കുമ്പോഴാ മലക്കുകൾ ചോദിച്ചത്, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. പടച്ചോനെ, ഞങ്ങൾ മലക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഇനി മനുഷ്യരെ പടക്കേണ്ടതുണ്ടോ? ഇത് ചോദിച്ചവരാ മലക്കുകൾ. മലക്കുകളെ കാണില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഇവർ വെറും തല്ലാനെ കൊല്ലാനെ ഇവർക്ക് കഴിയുമെന്ന്. എന്റെ മുഅ്മിനീങ്ങൾ നടത്തുന്ന മത്സരം കണ്ടില്ലേ?
എന്ന് അല്ലാഹു നിങ്ങളെപ്പറ്റി അഭിമാനം പറയും. ഫഅറുല്ലാഹ മിൻ അൻഫുസികും ഖൈറാ, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഖൈർ അല്ലാഹു കാണിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഇതേപോലൊരു ഖുതുബ നടത്തിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇന്റർവെൽ ആയിട്ടില്ല കേട്ടോ. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും, ടീച്ചർ പറഞ്ഞ് മുഴുവിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ ഇറങ്ങി ഓടിയില്ലേ. ഇവിടുത്തെ സ്കൂളല്ല, നമ്മളൊക്കെ പഠിച്ചു പോകുന്ന നാട്ടിലെ സ്കൂളിൽ. സുബ്ഹാനല്ലാഹ്, ബെല്ലിൻ്റെ ആ ഒരു ഓർമ്മയൊക്കെ ഇടയ്ക്ക് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് നിർത്താന്നൊക്കെ തോന്നും, നമ്മൾ നിർത്തൂല, അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് കുറച്ച് ദീർഘിച്ച് പറയുന്നില്ല, സമയം വൈകാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ദീർഘമായ ഒരു ഖുതുബ നിർവഹിച്ചു. ഭയങ്കരമായിട്ട് ആഖിറത്തെ സംബന്ധിച്ച് ധാരാളം അന്നെന്നൊക്കെ പറഞ്ഞാൽ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് 100 കൊല്ലങ്ങൾക്കുള്ളിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഉമർ എന്ന് ലോകം അറിയപ്പെട്ട മഹാനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭയങ്കരമായിരുന്നു. അബ്ദുൽ മലിക് ബിൻ മർവാനെ പോലെയുള്ള മുൻഗാമികൾ വളരെ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന കാലത്താണ്, മർവാൻ ബിൻ അബ്ദുൽ മലിക് ഒക്കെ ഉള്ള കാലത്താണ് വളരെ സാത്വികനായി ജീവിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പെരുന്നാളിന്റെ ദിവസം വീട്ടിലേക്ക് വന്നപ്പോ 9 പെൺമക്കളുണ്ടായിരുന്നു. എല്ലാവരും കരച്ചിലാണ്. അപ്പോ ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, രാജാവിന്റെ മകളാണ് അവരുടെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഭയങ്കര മഹതിയാണ്, ആഡംബരത്തിൽ നിന്ന് ജീവിച്ചു വന്ന മകളായിരുന്നു. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കിതൊന്നും പറ്റൂല കേട്ടോ, മുഅ്മിനീങ്ങളുടെ സമൂഹത്തിന്റെ ഖജനാവ് നമുക്ക് എടുക്കാൻ പറ്റൂല. ഏതായാലും ചോദിച്ചു ഭാര്യയോടല്ല, എന്തിനാ മക്കൾ കരയാന്ന് പറഞ്ഞു. എന്തിനാ അവർ കരയണത്? രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഇന്ന് പുതിയ ഉടുപ്പെടുക്കുന്ന പെരുന്നാളല്ലേ, മക്കൾക്ക് പുതിയ ഡ്രസ്സ് ആർക്കും ഇല്ലല്ലോ, ആ വിഷമത്തിൽ മക്കൾ കരയാണെന്ന് പറഞ്ഞു. എല്ലാ മൂത്ത മക്കളെയും അരികത്തേക്ക് വിളിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മക്കളെ, നിങ്ങൾക്കൊക്കെ വാപ്പ ഈ മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിത്തന്ന് അള്ളാന്റെ കോടതിയിൽ വാപ്പ പിടിക്കപ്പെടാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അതല്ല, ഈ പഴയ ഡ്രസ്സിലൊക്കെ ജീവിച്ച് നാളെ അള്ളാന്റെ കോടതിയിൽ നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാനാണോ മക്കളെ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു. നല്ല മക്കളായിരുന്നവർ പറഞ്ഞു, വാപ്പ നാളെ രക്ഷപ്പെടലാണ് ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ വലിയ ലോകം കണ്ട രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവസാന കാലത്ത് ചെയ്ത ഖുതുബയാണെന്നാണിത്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, മരണത്തെക്കുറിച്ച് ഓർക്കണില്ലേ? നമ്മളൊക്കെ എന്നും ചിന്തിക്കണം, മരണത്തെക്കുറിച്ച് ഓർക്കുക. നമ്മൾ അള്ളാഹുവിന്റെ വലിയൊരു റഹ്മത്ത് എന്താ? മരണം അള്ളാഹു മറച്ചു വെക്കുകയാണ് എന്നതാണ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജനിക്കുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് ലോകത്ത്. പക്ഷേ നമ്മൾ ആരും മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ? റോഡ് സൈഡിൽ ഏതെങ്കിലും മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. മരിക്കണില്ലേ? ഉണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന ഇടപെടുന്ന ഒരിടത്തും മയ്യത്തിനെ കാണുന്നില്ല എന്നാ. പക്ഷികൾ മരിക്കണില്ലേ? ജീവജാലങ്ങൾ മരിക്കുന്നില്ലേ? ജന്തുക്കൾ മരിക്കണില്ലേ? മനുഷ്യന് മരിക്കണില്ലേ? മരണം എമ്പാടും നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് എടുത്തു മാറ്റാൻ അത് മരണം മറച്ചു വെക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ജീവിക്കാൻ നമുക്ക് കൊതി തോന്നില്ലായിരുന്നു എന്നാ. ഇങ്ങനെ നടക്കുക. നജദ സ്ട്രീറ്റിൽ 10 ആള് മരിച്ചടക്കുന്നു, ഇലക്ട്രയിൽ ഒരു 50 ആള് മരിച്ചടക്കുന്നു. പടച്ചോനെ, എന്താ പിന്നെ ജീവിതം? റോഡ് സൈഡിൽ ഇങ്ങനെ മരിച്ചടക്കുകയാണ്. അള്ളാഹു അത് മറപ്പിക്കുക എന്നാണ്. അള്ളാഹു മരണത്തെ മറപ്പിച്ചു വെച്ചു എന്നാ. എന്തിന്? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ആശ ഉണ്ടായിക്കോട്ടെ. അല്ലെങ്കിൽ എന്താ ജീവിക്കാൻ വല്ല രസമുണ്ടോ? ചിരിക്കാൻ പറ്റുമോ? ചിരിക്കാൻ കഴിയോ? അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് മരണം എന്ന പ്രതിഭാസം നമ്മുടെ കണ്ണെന്ന് അള്ളാഹു മറച്ചു വെച്ചത്. യാ അല്ലാഹ്, യാ അല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് റമദാനിന്റെ തലേന്നാണ് ഈ പറയുന്നത്, അള്ളാഹുലേക്ക് മടങ്ങണ്ടേ, നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് പോകാൻ? ഇങ്ങനെ അത് പറഞ്ഞ അവസാനം പറഞ്ഞു, വഇന്നീ ലഅഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയാൻ, ഹാദിഹിൽ മഖാല, ഈ വാക്കൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു, വമാ അഅലം ഇൻദ അഹദിൻ മിനദ്ദുനൂബ് അക്സറ മിമ്മാ അഅലമു ഇൻദി. യാ അല്ലാഹ്, എന്നെക്കാളും വലിയ പാപികളൊന്നുമല്ല നിങ്ങളെക്കാളും തെറ്റ് എന്റെ ശരീരത്തിലുണ്ടെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ വലിയ റഹ്മത്താണത്.
എൻ്റെ എത്രയെല്ലാം തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മറച്ചു വെക്കുകയാണ്. നിങ്ങൾ എന്നെ കാണുന്നത് ഏതോ ഒരു നല്ല മനുഷ്യനായിട്ടായിരിക്കാം, പക്ഷെ ഞാൻ എത്ര മോശക്കാരനാണ്. എൻ്റെ മോശത്തരം അള്ളാഹു മറച്ചു വെച്ചതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. നിങ്ങളുടെ മോശത്തരം എനിക്ക് അള്ളാഹു മറച്ചു വെച്ചു, അതുകൊണ്ട് നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ്. യാ അല്ലാഹ്, നമ്മൾ ഓരോരുത്തരുടെയും തെറ്റുകൾ അള്ളാഹു പരസ്പരം കാണിച്ചു കൊടുത്താൽ നമ്മൾ ആരോടെങ്കിലും ഉണ്ടോ? നമ്മൾ ആരോടെങ്കിലും കൂട്ടുകാരായിട്ട് ജീവിക്കോ? അള്ളാഹു മറച്ചു വെക്കാണ്. സിത്തീർ യുഹിബ്ബു സിത്ര. ഈ മറച്ചു വെക്കൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. യാ അല്ലാഹ്, അള്ളാഹു നമ്മൾ അപമാനപ്പെടുത്തുന്നില്ല. ഉലമാ പറയാൻ, തിന്മകൾക്ക് ഒരു മണമുണ്ടായിരുന്നുവെങ്കിൽ, തെറ്റ് ചെയ്യുന്നിടത്തൊരു മണം, ഒരു വാസന, തെറ്റ് ചെയ്താൽ ഒരു വാസന വരുമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അടുത്തിരിക്കാൻ പറ്റുമോ? എന്താ നമ്മുടെയൊക്കെ അവസ്ഥ? അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ് ഖുതുബയുടെ അവസാനം, നിങ്ങളെ എന്നെക്കാളോ എന്റെ അത്ര തെറ്റുകളില്ല ഒരാളും നിങ്ങളിൽ ഇല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, വലാകിൻ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയാണ് എന്ന് പറഞ്ഞു. ഫശഹിഖ, എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് മിമ്പറിൽ നിന്ന് അങ്ങോട്ട് വീണതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പിന്നെ മിമ്പറിലേക്ക് കയറാൻ സാധിച്ചില്ല. ആ ഒരാഴ്ചയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താവുകയാണ് ഉണ്ടായത്. യാ അല്ലാഹ്, മുഅ്മിനീങ്ങളെ, റമളാൻ വരുമ്പോഴുള്ള ചിന്തകളാണ്, റമളാൻ വരുമ്പോഴുള്ള ബേജാർ. അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഞാൻ ഒരുക്കമാണ്. എൻ്റെ അടുത്തുള്ള പാപം, എൻ്റെ അടുത്ത് കുഴപ്പമുണ്ട് നമ്മൾ ചിന്തിക്കും. മുഅ്മിനീങ്ങളെ, നമുക്ക് കുഴപ്പമുണ്ട് എന്ന് ആലോചിക്കും. നാട്ടുകാർക്ക് കുഴപ്പമുള്ളതും മറ്റു സംഘടനകൾ, ഇത് നമ്മളെ പറ്റി ബേജാറാവിൻ. നമ്മളെ പറ്റി ബേജാറാവിൻ. മുഅ്മിനീങ്ങളെ, നമ്മളെ പറ്റി ബേജാറാവണം. നമ്മുടെ അവസ്ഥ എന്താണ്? ബാക്കിയുള്ളവർ നരകത്തുക്കോ സ്വർഗത്തുക്കോ പോണത് നമ്മുടെ വലിയ ബേജാർ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ജീവിതം എന്താണ്? നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് നന്നാക്കാനാ ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ വെച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ബോധം ഉണ്ടാവാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ റമളാൻ തന്നിട്ടുള്ളത്. നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം. ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറഞ്ഞത്, ഡോക്ടറെ, എൻ്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കണില്ല കേട്ടോ, എൻ്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കണില്ല. ചെവി കേൾക്കൂല എന്ന ഭാര്യനെ കൊണ്ടുവന്നൂടായിരുന്നോ മരുന്ന് കൊടുക്കാൻ? അതിന് ഡോക്ടറെ, ഭാര്യയെ കൊണ്ടുവരാൻ മാത്രമുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യയ്ക്ക് എത്രയാണ് കേൾവിക്കുറവിന്റെ കുഴപ്പമെന്ന് പറഞ്ഞിരുന്ന അതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് മരുന്ന് തരാം, ഫ്രീ ആയിട്ട് തരാം. അതിന് നിങ്ങൾ ആദ്യം ഒരു 10 മീറ്റർ ഇപ്പുറത്തുന്ന ഭാര്യയോട് എന്തെങ്കിലും ചോദിക്കുക. അവൾ കേൾക്കണില്ല, ഒന്നും കൂടെ അടുത്ത് കേൾക്കുക, എന്നിട്ട് ചോദിക്കുക അതേ ചോദ്യം, കേൾക്കണില്ല, ഒന്നും കൂടെ അരികത്ത് നിൽക്കുക. അങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് എന്നിട്ട് എവിടുന്നാ അവൾക്ക് കേൾക്കണത് എന്ന് നോക്കി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് ഭാര്യയോട്, അല്ല ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. 10 മീറ്റർ ഇപ്പുറത്തുനിന്ന് ഒരു മറുപടി ഇല്ല. 2 മീറ്ററിനോട് അടുത്ത് 8 മീറ്റർ, ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം? ഭാര്യ ഒന്നും മിണ്ടണില്ല. പടച്ചോൻ 5 മീറ്റർ അടുത്തെത്തി, ഇതേ ചോദ്യം, ഒരു മറുപടി ഇല്ല. 2 മീറ്റർ അരികത്ത്, ഒരു മറുപടി ഇല്ല. 5 സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത്, ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം? മനുഷ്യ, ഇന്ന് കോഴിക്കറിയാന്ന് 5 പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇന്ന് കോഴിക്കറിയാന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇയാൾ ആ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടില്ല. സംഗതി നമ്മളൊക്കെ ഇങ്ങനെ ചില ബധിരന്മാരാണ്. നമ്മൾ വിചാരിക്കുന്ന മറ്റാക്കാണ് കുഴപ്പമെന്ന്, നമുക്കാണ് കുഴപ്പമെന്ന് ആലോചിക്കും. മുഅ്മിനീങ്ങളെ, ലാ തുസക്കു അലല്ലാഹി അഹദ. നമ്മളാരും മുന്തിയ ആൾക്കാരാണെന്ന് ചിന്തിക്കല്ല. സ്വഹാബത്തിന് പേടിയായിരുന്നു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഫിഖഹിന്റെ പ്രശസ്തമായ ഗ്രന്ഥം എഴുതി തയ്യാർ ചെയ്ത് വെച്ചപ്പോഴാണ് ആൾക്കാർ ചോദിച്ചത്, അഹാദാ ഹുവൽ ഹഖുല്ലദീ ലാ ബാതില മഅഹ്. ഒരു ബാത്തിലുമില്ലാത്ത പച്ചയായ ഹക്കായ കിതാബല്ലേ ഇത് എന്ന് ചോദിച്ചു മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെന്താ പറഞ്ഞത്? വഅസാ അൻ യകൂനൽ ബാത്തിലു അല്ലദീ ലാ ഹഖ മഅഹ്. ഒരു ഹക്കുമില്ലാത്ത ബാത്തിലാകാം എൻ്റെ ഈ കിതാബ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു തവാദുഅ നോക്കി. എന്താണ് ആ വിനയം? ഇതല്ലേ ഹക്ക്? ആ മാഷാ അല്ലാഹ്, ചൊല്ലിക്കോളൂ തക്ബീർ. ഇതല്ല പറയുന്നത്. നമ്മുടെ കയ്യിലാണ് തെറ്റ്. എൻ്റെ കയ്യിൽ ഒരു ഹക്കുമില്ല, ബാത്തിലാണെന്ന് ആയിക്കൂടെ? നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വലിയൊരു മഖാലത്ത് പറഞ്ഞിട്ടുണ്ട്. യാ അല്ലാഹ്, വഅസാ അൻ യകൂന ഇൻദി സവാബ്. എൻ്റെ അടുത്ത് നന്മയായിരിക്കാം, പക്ഷേ എൻ്റെ അടുത്ത് തെറ്റായിരിക്കാം. അത് ജനങ്ങൾ തിരുത്തി തന്നേക്കാം. സുബ്ഹാനല്ലാഹ്. എൻ്റെ അടുത്ത് നന്മയുണ്ട്, അത് ജനങ്ങൾ സ്വീകരിച്ചേക്കാം. പക്ഷേ എൻ്റെ അടുത്ത് തിന്മയാണ്, അത് ജനങ്ങൾ നന്നാക്കി തന്നേക്കാം.
എൻ്റെ ഈ കിതാബിനെ പറ്റി അങ്ങനെയൊന്നും പറയല്ല. സുബ്ഹാനല്ലാഹ്. ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹുവിലേക്ക് നല്ല മനുഷ്യരായിട്ട് തിരിച്ചു പോകാനുള്ള വിളി അല്ലാഹു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് നമുക്ക് മടങ്ങണം. 720 മണിക്കൂറുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. റമളാനിലെ 30 ദിവസം എന്ന് പറഞ്ഞത് 720 മണിക്കൂറുകളാണ്. 720 മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മൾ റമളാനിൽ വഅദ് പരിപാടികളൊക്കെ സജീവമായിട്ട് നടക്കും. കൂടെ മനസ്സിലാക്കണം, അത് അമല് ചെയ്യേണ്ട സമയം കൂടിയാണ്. അമല് ചെയ്യേണ്ട സമയമാണിത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം. ഈ 720 മണിക്കൂറിൽ നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങി എന്ന് വിചാരിക്കുക. 8 മണിക്കൂറൊന്നും ആവശ്യമില്ല റമളാനിൽ, കുറച്ചേക്കാം. 8 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ കിട്ടുന്നത് 480 മണിക്കൂറാണ്. ഈ 480 മണിക്കൂറുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. 480 മണിക്കൂർ റമളാൻ 30 ദിവസത്തിൽ നമുക്ക് സജീവമായിട്ട് ഇടപെടുത്താൻ കഴിയുന്നത്. അതിലെന്ത് ചെയ്യാൻ കഴിയും? ഒന്ന്, അള്ളാഹുവിന്റെ കിതാബുമായിട്ട് നമുക്ക് നടക്കണം, പരിശുദ്ധ ഖുർആനുമായിട്ട് അടുക്കണം. അല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ജുസ് ഖുർആനിൽ 7000 അക്ഷരങ്ങളാണ്. 7000 അക്ഷരങ്ങളാണ് ഒരു ജുസിലുള്ളത്. അങ്ങനെ 30 ജുസ് ആണ് ഖുർആൻ. ഈ ഖുർആൻ 30 ജുസ് ആക്കിയത് ആരാണ്? ഖുർആൻ 30 ജുസ് അല്ലേ? നമ്മൾ പറയും 1-ാം ജുസ് 2-ാം ജുസ്. ലോകം അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തതാണോ? അല്ല. അതിനുശേഷം വന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്ത്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞാൽ കഫാ ബിഹി ളാലിമ, ഹജ്ജാജിനോളം അക്രമി ലോകത്ത് വേറെ ഇല്ലെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ അക്രമിയ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. പക്ഷേ ചില നന്മകൾ അള്ളാഹുവിന്റെ ദീനിന് ചെയ്തു പോയിട്ടുണ്ട് അദ്ദേഹം. ഭയങ്കര അക്രമി, എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര അക്രമിയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഖുർആൻ 30 ജുസ് ആക്കിയത് ഉലമാ. എന്തിന്? അതൊരു ഹദീസിനെ ബേസ് ചെയ്തിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ഖതം തീർക്കണം. ഒരു മാസത്തിൽ ഒരിക്കൽ ഖുർആൻ ഖതം തീർക്കണമെങ്കിൽ 30 ദിവസങ്ങളിൽ ഖുർആനിനെ ഓരോ ജുസ് ആക്കി വെച്ചാൽ 30 ദിവസമാകുമ്പോഴേക്കും ഒരു ഖതം തീർക്കാൻ പറ്റും. അതിനു വേണ്ടി ഉലമാ ചെയ്ത പണിയാണ്. ലോകം അംഗീകരിച്ചില്ലേ? എന്താ കുഴപ്പം? അത് ഖുർആൻ ഹദീസുകൾക്ക് വിരുദ്ധമല്ല. സംഗതി ബിദ്അത്താണ് അത് ചെയ്തത്. ബിദ്അത്തുൽ ഹസന, ഒരു നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് ചെയ്ത ആൾ. അദ്ദേഹത്തിന്റെ കാലത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ വിഷയം വലിയ അത്ഭുതമാണ്. ഭയങ്കര അക്രമിയായിരുന്നു എന്നാ. പക്ഷെ നമ്മൾ ചില ആളുകൾ അങ്ങനെ വിധി എഴുതരുത്. അന്ന് മഴയെ തേടിയുള്ളൊരു നിസ്കാരം നടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അന്നത്തെ ഇമാം ഖതീബ്, മഴയെ തേടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ കന്നുകാലികളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒരു തുറന്ന സ്ഥലത്തേക്ക് ഇറങ്ങി, പള്ളിയിൽ നല്ല മഴയെ തേടിയുള്ള നിസ്കാരം നടക്കുക, പുറത്തുനിന്നാണ് സഈദ്. അങ്ങനെ ഒരു തുറന്ന സ്ഥലത്ത് അല്ലാഹുവിനോട് താണുകേട് ദുആയിരക്കണം, അതിന്റെ മുമ്പ് നോമ്പൊൽക്കണം. എന്നിട്ട് ഖുതുബയും നിസ്കാരമൊക്കെ കഴിഞ്ഞ അതാണ് അല്ലാഹുവിനോട് മഴയെ തേടിയുള്ള നിസ്കാരം. മഴ കിട്ടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. മഴ വരുന്നില്ല. 2-ാമത്തെ ദിവസം പിന്നെ നിസ്കരിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. മഴയെ തേടി നിസ്കരിക്കുക, മഴ കിട്ടുന്നില്ല. 3-ാമത്തെ ദിവസവും മഴയില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, ഈ വരുന്ന ആളുകളിൽ പ്രായപൂർത്തിയായ ഇടം മുതൽ സുബ്ഹി നിസ്കാരം ഖളാ ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുമ്പോട്ട് വരെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആരും ധൈര്യപ്പെടുന്നില്ല. പ്രായപൂർത്തിയായ അന്ന് മുതൽ സുബ്ഹി ഖളാ ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരെന്ന് പറഞ്ഞു. അയാളെ കൊണ്ട് ദുആയിപ്പിക്കണം. ആരുമില്ല. ഫഖ്താറ നഫ്സഹു. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത് ഈ മനുഷ്യൻ മാത്രമേ അങ്ങനെ ദുആ ചെയ്തു. ഫസഖാഹുമുല്ലാഹ്. ചരിത്രം രേഖപ്പെടുത്താൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ദുആയിരുന്നു. മഴ കിട്ടി. പടച്ച തമ്പുരാനെ, ളാലിമാണ്, പക്ഷേ അല്ലാഹു മഴ കൊടുത്തു. അപ്പോ റമളാനിൽ നമുക്ക് ഒരു ജുസ് തീർത്താൽ പോരാ, ഒരു ഖതം തീർത്താൽ പോരാ, 2 തീർക്കണം. 7000 അക്ഷരങ്ങളാണ് ഒരു ജുസുൽ എന്ന് പറഞ്ഞു. ഒരു അക്ഷരത്തിന് അള്ളാഹു നൽകുന്ന കൂലി എത്രയാണ്? 10. അങ്ങനെ വന്നാൽ ഒരു ജുസ് ഓതുമ്പോൾ എത്ര കൂലി? 7000-ത്തെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേ 70,000 ഹസനാത്ത് ഒരു ജുസ് ഓതിയാൽ കിട്ടും. അപ്പൊ ഖുർആൻ ഓതൽ എങ്ങനെയാണ് പഠിക്കണം അല്ലെ? ഖുർആൻ ഓതൽ പഠിക്കൽ നിർബന്ധമാണ്. 2 വിഷയങ്ങൾ അള്ളാഹു പരിപൂർണമായിട്ടല്ലാതെ സ്വീകരിക്കൂല. 2 വിഷയങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ വിഷയം പരിപൂർണമാകണം. ഒന്ന് അള്ളാഹുവിന്റെ തൗഹീദാണ്. തൗഹീദിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചകളില്ല, അവിടെ എക്സ്ക്യൂസുകളില്ല. അത് പരിപൂർണമായും അള്ളാഹു ജല്ല ജലാലുവിന്റെ ഉബൂദിയത്തെങ്കിൽ മാത്രമേ അള്ളാഹു തൗഹീദ് സ്വീകരിക്കൂ. 2 അഹ്കാമു തിലാവ, ഖുർആൻ ഓതേണ്ട നിയമം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തജ്വീദിന്റെ നിയമത്തിൽ ഓതിയാലേ അള്ളാഹു അത് സ്വീകരിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമത്തിന്റെ കൂലി കിട്ടും, പക്ഷേ ഖുർആനിന്റെ ഹുക്മ്
അള്ളാഹുവിന്റെ റസൂൽ ഓതിയതാണ്. അങ്ങനെ ഓതിയാലേ അള്ളാഹു സ്വീകരിക്കൂ. സുബ്ഹാനല്ലാഹ്, ഇതിൽ ഉലമാഇന്റെ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ 70,000 കൂലി കിട്ടുകയാണ്. ഒരു ജുസ് ഓതാൻ എത്ര സമയം വേണം? 25 മിനിറ്റ്. യാ അല്ലാഹ്, അങ്ങനെ എത്ര മണിക്കൂറുകളാണ് നമ്മൾ അങ്ങനെ തീർക്കുന്നത്? നമ്മൾ പത്രം വായിക്കുന്നുണ്ട്, ചന്ദ്രിക ഉണ്ടാവും, അതിൽ പല പത്രങ്ങളുണ്ടാവും. ഭാഷ അറിയുന്നവർ അങ്ങനത്തെ ഭാഷാപത്രങ്ങൾ വേറെ വാങ്ങിക്കും, അല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ന്യൂസും പറഞ്ഞതന്നെ പറഞ്ഞ് 4 വട്ടം പറഞ്ഞ് അതന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ 2 മണിക്കൂറിൽ ഇതന്നെ ചവറാക്കി തോന്നിവാസം പറയുന്നത് കേട്ട് നമ്മൾ മണിക്കൂറുകളോളം ഇരിക്കും. ഒരു പേജ് അന്ന് അള്ളാഹ്ക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റണില്ല. യാ അല്ലാഹ്, ഇത് ഹിർമാനുൻ നിഅമ. അള്ളാഹു ഒരു നിഅമത്ത് ഒരു മനുഷ്യന് നിഷേധിക്കുകയാണെന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ പത്രം വായിക്കാനും മാസികകൾ വായിക്കാനും ഒക്കെ സമയം കിട്ടിയിട്ട് ഒരു ജുസ് പോകട്ടെ, ഒരു പേജ് ഖുർആൻ ഓതാൻ ഇയാൾക്ക് സാധിക്കില്ലെങ്കിൽ ഇല്ലാ ബിദംബിൻ അദ്നബ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, ഹസൻ ബസ്രി, ഞാൻ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്, wudu എടുക്കാനുള്ള വെള്ളം ശരിയാക്കി വെക്കുന്നുണ്ട്, ഞാൻ ഉണർന്നിരിക്കുന്നുണ്ട്, പക്ഷേ 2 റക്അത്ത് പോലും തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നെ കൊണ്ടാവണില്ല. യാ അല്ലാഹ്, ഹബസതുക ദുനൂബ്, ഹബസതുക ദുനൂബ്, നിന്റെ തെറ്റുകൾ നിന്നെ കടിഞ്ഞാണിട്ടിരിക്കുകയാണെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ചെയ്ത തെറ്റുകളെ കൊണ്ടാണ് ഒരു മനുഷ്യനൊരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നത് പോലും അയാൾ ചെയ്ത തെറ്റിന്റെ കുറ്റം കൊണ്ടാണെന്ന. ഒരു നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം അയാൾക്ക് നഷ്ടപ്പെടുന്നത് തെറ്റുകൾ ചെയ്തത് കാരണത്താലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ ഖുർആനിന്റെയും ഹദീസിന്റെയും അള്ളാഹുവിന്റെ ദിക്റിന്റെയും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന്റെയും മജ്ലിസുകൾ ഉണ്ടായിരിക്കെ നമുക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പെടാനോ അത്തരം നന്മകൾ ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ ഹബസതുക ദുനൂബ്, നിന്റെ തെറ്റുകൾ നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയണം. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ പറയും, ഞാനും അള്ളാഹും തമ്മിൽ എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ എനിക്ക് മനസ്സിലാകും. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി, എൻ്റെ ഭാര്യ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി, ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് ഉടനെ മനസ്സിലാകും ഞാനും അള്ളാഹും തമ്മിൽ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്, എന്തോ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകരമാണ് ഇവിടെ മഹാന്മാർ പറയുന്നു, എൻ്റെ കുതിരയുടെ പുറത്ത് പോലും എനിക്കത് അറിയാൻ പറ്റും. കുതിര ഒന്ന് ഷെയ്ക്കാവുന്നു, കാറൊന്ന് ഫ്ലാറ്റ് ടയറായി, കാറൊന്ന് പഞ്ചറായി. സുബ്ഹാനല്ലാഹ്, ആ നേരം എന്തോ ഒരു കുഴപ്പം. അല്ലാഹു തആല ഞാനും റബ്ബും തമ്മിലൊരു അലാഖത്ത്, ഒരു ബന്ധത്തിന്റെ സൂചകമാണിതെന്ന് മഹാന്മാർ മനസ്സിലാക്കാറുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പത്രം വായിക്കാൻ കഴിയുന്ന ആൾക്കാരായ നമുക്ക് ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ കഴിയണം. സാധാരണ ജീവിതത്തിൽ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാനാ ഖുർആൻ 30 ജുസ് ആക്കിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 25 മിനിറ്റ് വളരെ ലഘുവാണ്. നമ്മൾ ഈ നേരത്തെ നമുക്ക് ഒന്ന് ഓതില്ലേ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ റെഡിയാണ്. പക്ഷേ ഈ 25 മിനിറ്റ് എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല. 25 മിനിറ്റ് അല്ലേ ഉണ്ടല്ലോ, രാവിലെ ഉണ്ടല്ലോ, ഉച്ചക്കുണ്ടല്ലോ, വൈകുന്നേരം, രാത്രി ഉണ്ടല്ലോ, കിടന്നുറങ്ങും, ഇനി നാളെയും വരാനുണ്ടല്ലോ എന്ന് വിചാരിക്കും. അല്ല, ആ 25 മിനിറ്റ് എപ്പോഴാണ്? നമ്മളൊരു ചെറിയ ഒന്ന് the biggest challenge of the time is that our aims are too short, we achieve it. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ വളരെ ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം. ചെറിയ ലക്ഷ്യങ്ങളാണ്, വലിയ ലക്ഷ്യങ്ങൾ വെക്കണം. നമുക്ക് 2 ജുസ്ഓ, ഒരു 3 ജുസ്ഓ, ഒരു 3 ഖത്തമോ 4 ഖത്തമോ ഒക്കെ ഖുർആനിൽ എത്ര കഴിയുമോ നമ്മൾ ടാർഗറ്റ് ഒന്നും ഉയർത്തി വെക്കുക, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ റമദാനിൽ ഞാൻ ചില പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് തരികയാണ്, എൻ്റെ ശരീരത്തോടും നിങ്ങളോടും. പകലിൽ ഒരു 25 മിനിറ്റ്, രാത്രിയിൽ ഒരു 25 മിനിറ്റ്, ഇങ്ങനെ 2 ഷിഫ്റ്റ് ആയിട്ട് 2 ജുസ് ഓതാൻ നമുക്ക് സമയം കിട്ടണം. തയ്യാറല്ലേ? ഖൂലു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ സമയം എപ്പോഴാണെന്നുകൂടെ ഇപ്പൊ തന്നെ തീരുമാനിച്ചേക്കണം. അത് നിങ്ങൾ ദുഹറിന്റെ മുമ്പോ, സുബഹിക്ക് ശേഷമാണോ, സുബഹിന്റെ മുമ്പാണോ, അസറിന്റെ ശേഷോ, നോമ്പ് തുറന്നിട്ടോ, അതിന്റെ മുമ്പോ, ഇശായിൻ, എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യപ്പെടുക ആ 25 മിനിറ്റ് നേരത്തെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്, സൈലന്റ് വെക്കണ്ട. എപ്പോഴും പടച്ചോനെ, ഇത് തിരിച്ചു വിളിക്കാൻ പറ്റാത്ത നമ്പറാണല്ലോ, പിന്നെ അല്ലേ, അല്ലെങ്കിൽ മെസ്സേജ് വരും, തുറന്നു നോക്കി ഏതെങ്കിലും കച്ചവടക്കാരുടെ ഓഫറാക്കി പടച്ചോ, ഇങ്ങനെ മനുഷ്യൻ ഫിത്നയാവും. ഓഫ് ചെയ്ത് വെക്കുക, എല്ലാ ഡിവൈസുകളും ഓഫ് ചെയ്തിട്ട് ആ സമയം തഫറഗൂലിൽ ഖുർആന് വേണ്ടിയാണ് ഒഴിഞ്ഞു നിർത്തുക. 25 മിനിറ്റ് പകലിൽ ഇത്രയും നേരം അള്ളാഹു നമുക്ക് ശ്വസിക്കാനും സഞ്ചരിക്കാനും അവസരം തന്നിട്ട് അള്ളാഹിന്റെ കലാം ഓതാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ? രാത്രി ആ സമയം ഏതാണെന്ന് നിങ്ങൾക്കേ അറിയൂ. അത് നിങ്ങൾ 8 മണി മുതൽ 8:25 വരെ, അല്ലെങ്കിൽ 8:30 മുതൽ 9 വരെ, ഇങ്ങനെ ഒരു സമയം നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല.
അത് നിങ്ങൾ തീരുമാനിച്ചേക്കണം. ഈ ഇങ്ങനെ നിയ്യത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുമ്പോൾ 2 ഖത്തം നമുക്ക് ഈസിയിൽ തീർക്കാൻ പറ്റും. ഈ 2 ഖത്തൊക്കെ എല്ലാ മാസവും ഓതുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്കൊരു ടാർഗറ്റ് ഒന്നുകൂടെ 5 നേരത്തെ നിസ്കാരം. ഇതിനൊക്കെ സൗകര്യപ്പെടുന്ന ഒരു ജോലി തിരക്കാണ്, ബുദ്ധിമുട്ടാണ്, കഴിയില്ല അല്ലേ? ഇത്തഖുല്ലാഹ മസ്തതഅതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. നിങ്ങളെ കൊണ്ട് കഴിയാത്തത് അല്ലാഹു പറഞ്ഞിട്ടില്ല, സാധിക്കുന്നവർ ചെയ്യുക. 5 വക്ത് നിസ്കാരത്തിൽ ഓരോ വക്തിന്റെയും മുമ്പും ശേഷവും ഓരോ ജുസ് ഓതാൻ പറ്റിയാൽ സാധിക്കുന്നവർ. മൊബൈൽ ഫോണുകളൊക്കെ അല്ലേ, മൊബൈൽ ഫോണുകളിലൊക്കെ ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് മനോഹരമായിട്ട് ഓതാൻ പറ്റും. എന്താ ഇതൊക്കെ വലിയ നിഅമത്തല്ലേ? അള്ളാഹിന്റെ ഈ നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൂടെ? അത് വെറുതെ നാട്ടിക്ക് 4-5 മണിക്കൂറും വിളിച്ച് അവിടെ കേൾക്കുന്ന ആൾക്കാരും ബേജാറാകുന്നു, ഇടങ്ങാറാകുന്നു. ഇവിടെ എന്തിനാണ് അങ്ങനെയൊക്കെ? അത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്. ടെക്നോളജി വലിയ നിഅമത്താണ് മുഅ്മിനീങ്ങളെ, ഭയങ്കര നിഅമത്താണ്. എനിക്ക് പേടി തോന്നുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഹത്താ ഫതഹ്നാ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. അല്ലാഹു തആല പറയാൻ ഓരോ സമൂഹത്തിനെയും എങ്ങനെ അല്ലാഹു കൈകാര്യം ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون ولولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. يا الله, ഓരോ സമൂഹത്തെയും അല്ലാഹു കഷ്ടപ്പാട് കൊടുത്ത് പരീക്ഷിക്കും. നന്നാകുമോ എന്ന് വിചാരിച്ചിട്ട് പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യവും അസുഖങ്ങളും എന്തിന് അല്ലാഹുവിലേക്ക് മടങ്ങുമോ എന്ന് നോക്കിയിട്ട് സമൂഹങ്ങളെപ്പോലും അല്ലാഹു ഇങ്ങനെ പരീക്ഷിക്കും. പരീക്ഷണം നടക്കണില്ലേ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ? പേടിയുടെയും വിഷമത്തിന്റെയും യുദ്ധത്തിന്റെയും പരീക്ഷണങ്ങൾ. പരീക്ഷണങ്ങളൊക്കെ കൊടുത്തത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷേ അവര് ചെയ്ത തെറ്റുകൾ അങ്ങനെ സുലഭമായി അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹുവിലേക്ക് മടങ്ങാതെ തെറ്റുകളിൽ തന്നെ നിലനിന്നാൽ അല്ലാഹു എന്ത് ചെയ്യുമെന്നാണ്? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും കവാടങ്ങൾ അല്ലാഹു അവർക്ക് മുമ്പാകെ അങ്ങോട്ട് തുറന്നു കൊടുക്കും. എല്ലാറ്റിന്റെയും കവാടം. ഇങ്ങനെ ഒരു കവാടങ്ങൾ തുറക്കപ്പെട്ട കാലം നമ്മുടെ ഈ കാലഘട്ടമല്ലാതെ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാം നമ്മുടെ മൊബൈൽ, TV, റേഡിയോ, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകൾ, പത്രങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, വായുവിലും അന്തരീക്ഷത്തിലും പറക്കാനുള്ള യാത്രാ സംവിധാനങ്ങൾ, ഭൂമിക്ക് അടിയിലേക്ക് പോകാൻ, വെള്ളത്തിന്റെ അടിയിലേക്ക് പോകാൻ, പൊങ്ങാൻ, കാടുകളിലൂടെ എന്തെല്ലാം എല്ലാറ്റിന്റെയും മിഷനറികൾ, എല്ലാറ്റിനും വേണ്ട നമ്മുടെ കയ്യിൽ, മ്യൂസിക്കിന് എന്തൊക്കെ, എല്ലാം എല്ലാം എല്ലാം, ചികിത്സാ രംഗത്ത് എല്ലാം, പടച്ചവനെ, കൺസ്ട്രക്ഷൻ രംഗത്ത് എന്തൊക്കെ, ഇങ്ങനെ മനുഷ്യന് എന്ത് ആഗ്രഹിക്കുന്നുവോ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാറ്റിന്റെയും കവാടം അല്ലാഹു തുറന്നു കൊടുത്ത ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ വന്നാൽ ഇങ്ങനെ എല്ലാം അല്ലാഹു തുറന്നു തരുന്നൊരു കാലം അല്ലേ? ഇങ്ങനെ ഇപ്പൊ പുതിയ പുതിയ മൊബൈലുകളൊക്കെ സിസ്റ്റങ്ങൾ എന്താ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. കണ്ണ് സെൻസ് ചെയ്യാന്ന് ഉടച്ച് നമ്പുരാനെ, വീഡിയോ ഇങ്ങനെ കാണാൻ, കണ്ണെടുത്ത വീഡിയോ സ്റ്റോപ്പായി, പോസായി, കണ്ണ് വന്നാൽ അത് സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതൊക്കെ പറയും? എന്താണ് ഈ ടെക്നോളജി? അബ്വാബ കുല്ലി ഷൈഇൻ അഖദനാ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട ഈ വിഷയങ്ങളിൽ സന്തുഷ്ടരായി അവരിങ്ങനെ മതിമറന്ന് അല്ലാഹനെ മറന്ന് ജീവിക്കുമ്പോൾ അഖദനാഹും ബഗ്തതൻ, വളരെ പെട്ടെന്ന് അല്ലാഹു മുഴുവൻ ആളുകളെയും പിടിക്കുകയാണ്. ഫഇദാ ഹും മുബ്ലിസൂൻ, അങ്ങനെയാണ് ഖിയാമം നടക്കാൻ പോകുന്നതെന്ന് ഉലമാ രേഖപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്.
നമ്മൾ പേടിക്കേണ്ട കാലം മുഅ്മിനീങ്ങളെ. ഓരോ അത്ഭുതപ്പെടുന്ന സാധനങ്ങൾ ഇറങ്ങുമ്പോഴും പേടിക്കുകയാണ്. ഇതൊക്കെ എല്ലാറ്റിൻ്റെയും കവാട അല്ലാഹു തുറന്നു തരിക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗങ്ങളാണ്. എല്ലാം തുറന്നു തന്നിരിക്കുകയാണ്. എന്താണെന്നൊരു പ്രയാസം. ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മൊബൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ഇന്റർനെറ്റ് അള്ളാഹു ചെയ്ത വലിയ അത്ഭുതമാണ്. അത് ഗീബത്തും നമീമത്തും പറയാൻ ഉപയോഗിക്കല്ല. അത് പച്ച നുണ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കല്ല. അള്ളാഹിന്റെ നിഅമത്താണ്, ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുക്ക്, നന്മ പ്രചരിപ്പിക്ക്. ഹൃദയത്തിന്റെ കാഠിന്യം കൊടുക്കല്ല, ഹൃദയങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്ന നീ സംസാരിക്കല്ല. മനുഷ്യന്മാരെ അള്ളാഹുവിലേക്ക് മഹ്ബൂബീങ്ങളാക്ക്. യാ അള്ളാഹ്, നമ്മുടെ മൊബൈലുകൾ എന്തെല്ലാം ഖുർആനോദന വിഷയ പറഞ്ഞത് അത് എടുത്തു വെച്ച് നമുക്ക് ഓതിക്കൂടെ? ഏത് സമയത്തും എവിടെ ഇരിക്കുകയാണെങ്കിലും ഒരു ഓഫീസിൽ വെയിറ്റ് ചെയ്യാണ്. ആ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ക്യൂ, നമ്മുടെ നമ്പർ ആയിട്ടില്ല, നമ്മുടെ ടോക്കൺ ആയില്ല, ഒരു 100 തസ്ബീഹ്, ഒരു 100 അസ്തഗ്ഫിറുല്ലാഹ്, ഒരു പേജ് ഖുർആൻ. ഒരു മുഅ്മിനായ മനുഷ്യനും വെയിറ്റ് ചെയ്തിട്ട് സമയം നഷ്ടപ്പെടുത്തരുതെന്ന. ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒരു എന്തെങ്കിലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ വെയിറ്റ് ചെയ്യാണ്. 10 മിനിറ്റ് സമയമുണ്ട്, നീ സുബ്ഹാനല്ലാഹ് ചൊല്ല്, അൽഹംദുലില്ലാഹ്. മുഅ്മിനിന് പ്ലാൻ വേണമെന്ന, സമയം നഷ്ടപ്പെടുത്തരുത്. ഒരു പേജ് ഖുർആൻ ഓദിക്കോ, ഒരു ജുസ് നിനക്ക് ഓദിക്കൂടെ? യാ അല്ലാഹ്, ഇങ്ങനെ ഇൻഷാ അല്ലാഹ് റമളാനിൽ മിനിമം 2 ജുസ് ഒരു ദിവസം, രാത്രിയിലും പകലിലും 25 മിനിറ്റ് വീതം, മാക്സിമം 30 മിനിറ്റ് വേണം. അത്രയല്ലേ ഉള്ളൂ ഒരു ജുസ് ഓതാൻ. മുഅ്മിനീങ്ങളിൽ നല്ല ഹിമ്മത്തുള്ള ആളുകൾ ഓരോ നിസ്കാരത്തിന്റെയും മുമ്പും ശേഷവും ഓരോ ജുസ് വീതം ഓതിയാൽ 3 ദിവസം കൊണ്ട് ഒരു ഖതം തീർക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വിട്ടുന്നു, ഫഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കേണ്ടവർ ഈ വിഷയത്തിൽ മത്സരിച്ചേക്കുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. മുഅ്മിനീങ്ങളെ, നിൽക്കാൻ പ്രയാസമുള്ളവർ നിൽക്കണം എന്നല്ല ഈ പറഞ്ഞത്. നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ സമയം ഇപ്പോൾ 1 മണിക്കൂറായില്ലേ. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടെ നമ്മളിനിയിപ്പോൾ ക്ലാസ് ഒന്നും നടക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് വളരെ വൈകാതെ ഇനി 2 വെല്ലം കൂടെ അടിക്കാണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോഴേക്കും നമുക്ക് തീർക്കണം ഇൻഷാ അല്ലാഹ് ബിത്തൗഫീഖ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പിന്നെ ചില റമളാനിന്റെ പ്രോഗ്രാമുകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചില കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും റമളാനിൽ അല്ലേ. റമളാൻ സജീവമാകണം. നമ്മുടെ നാടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ അങ്ങനെ പൊങ്ങി ഇല്ലേ, മനോഹരമായ റോഡുകളിലൊക്കെ റമളാൻ കരീമിന്റെ ലൈറ്റുകൾ. ഇത് അറബ് രാജ്യത്തിന്റെ ഒരു സംസ്കാരമാണ് അല്ലേ. ഈ ലാൻറ്റൈൻ, ഫാനൂസ് എന്ന് പറയുന്ന സാധനം തൂക്കി വെക്കുക, ഇത് തുടങ്ങി വെച്ചത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. റമളാനിൽ വന്നപ്പോ മദീനത്തെ പള്ളിക്ക് ചുറ്റും വിളക്ക് കത്തിക്കാൻ വേണ്ടി പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അലി തങ്ങൾ വന്ന നേരം ചരിത്രം രേഖപ്പെടുത്തുന്നു, അലി റളിയല്ലാഹു അൻഹു വന്നപ്പോ യാ അല്ലാഹ് പള്ളി മുഴുവനും വിളക്കിങ്ങനെ കത്തി നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു ഉമർ തങ്ങൾക്ക്. അവിടെ ചോദിച്ചിട്ടില്ല ഇത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോന്ന്. ഇല്ല, ഇത് ദീനിൽ ഒരു നല്ല കാര്യമാണ് ഈ നടക്കുന്നത്. എന്താ? നവ്വറല്ലാഹു ഖബറക യാ ഉമർ കമാ നവ്വർത മസാജിദ. അല്ലാഹുവിന്റെ പള്ളികൾക്ക് ഇങ്ങനെ അലങ്കാരം ചാർത്തിയ ഉമറേ, നിങ്ങളുടെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, അത്ര സിമ്പിളാണ്. അതിനെ സംബന്ധിച്ച് ഒച്ചപ്പാടുണ്ടാക്കേണ്ട വിഷയമല്ല. യാ അല്ലാഹ്, ആ ആചാരമാണ് ഇന്നും അറബ് ലോകത്ത് നമ്മുടെ നാട്ടിലൊക്കെ റമളാനിൽ ലൈറ്റുകളൊക്കെ കത്തി അലങ്കരിപ്പിക്കുക. അന്നൊരു അബ്ബാസി രാജാവിന്റെ ഒരു ഖലീഫയുടെ എഴുത്തുകാരുണ്ടായിരുന്നു, യൂസുഫ് ഇബിൻ അഹ്മദ് എന്ന് പറയുന്ന ആൾ. കാത്തിബുൽ അബ്ബാസ്, അബ്ബാസി ഭരണകൂടങ്ങൾക്ക് എഴുതിയിരുന്ന അന്നത്തെ വലിയ ആർട്ടിസ്റ്റ് അദ്ദേഹമാണ്, കാലിഗ്രഫർ യൂസുഫ് ബിൻ അഹ്മദ്. അദ്ദേഹത്തോട് അന്നത്തെ ഖലീഫ എല്ലാ ഗവർണർമാർക്കും കത്തെഴുതി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു, റമളാന വരുന്നത്, പള്ളികൾ മുഴുവനും വിളക്ക് കൊണ്ട് അലങ്കരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറയാൻ, ഞാനത് എന്ത് എഴുതണം എന്നറിയാതെ, കാരണം ഇങ്ങനെ ഒരു സംഗതി മുമ്പ് എഴുത്തു മുഖേന അറിയിപ്പ് നടന്നിട്ടില്ല. ഒരു നോട്ടീസ് കിട്ടിയാൽ അത് വെച്ചിട്ട് അതിന്റെ ഒരു കോപ്പി എടുക്കാലോ, ഇത് അങ്ങനെ ഒരു കോപ്പി കിട്ടാനില്ല, ഞാനായിട്ട് തുടങ്ങണം ഈ വാക്കുകൾ. അങ്ങനെ എന്താണ് എഴുതാന്ന് ആലോചിച്ച് ബേജാറായി ഞാൻ കിടന്നുറങ്ങി. സ്വപ്നത്തിൽ എന്റെ അരികത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതിക്കോളൂ, നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്.
യാ അല്ലാഹ്. വനൂറൻ ലിൽ ഇബാദ, ഇബാദത്തിനോടൊരു ഉന്മേഷം വരുന്നു ആ വിഷയത്തിൽ. അതുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ അങ്ങ് എഴുതിയേക്കണം എന്ന് ആ രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായത് മഹാനായ ഖാത്തിബുൽ അബ്ബാസി യൂസുഫ് ബിൻ അഹ്മദ് തന്റെ തർജുമയെ, തന്റെ ജീവചരിത്രം പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ റമദാൻ ആ ഒരു വിളക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൂടി കത്തിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഈമാൻ കത്തണം, നമ്മുടെ ഈമാൻ പ്രകാശിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ ഒന്ന് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ തീരുമാനിച്ചു. പിന്നെ റമദാനിൽ 30 ഉംറകൾ ചെയ്യാനുള്ള അവസരമാണ് ഇൻഷാ അല്ലാഹ്. പക്ഷേ ഉംറ കാഫിലകളൊക്കെ വേജാറാവല്ലേ? നമ്മളൊക്കെ 15 ദിവസം കൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് 30 ദിവസത്തെ ഉംറ. അത് നമുക്ക് ബസ് ആവശ്യമില്ല, ഫ്ലൈറ്റ് ആവശ്യമില്ല, വിസടിക്കേണ്ട ആവശ്യമില്ല. ഉംറ ഇവിടുന്ന് റമദാനിന്റെ 30 ദിവസങ്ങളിലും ഉംറ. അത് കഴിഞ്ഞാലുണ്ട് കേട്ടോ, റമദാൻ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ തുടങ്ങുക ഇൻഷാ അല്ലാഹ്. തയ്യാറല്ലേ? എത്രയാ ടിക്കറ്റിന്റെ കാശ് എന്നറിയോ? ഇല്ല, ഒന്നുമില്ല, ഒരു ഫിൽസ് പോലും ചെലവില്ല. പിന്നെന്താ ചെയ്തൂടെ? 30 ഉംറ. മൻ സ്വല്ലാ ലില്ലാഹിൽ ഫജ്റ ഫീ ജമാഅ, സുബ്ഹി നിസ്കാരം ജമാഅത്തായിട്ട് ഒരാൾ നിസ്കരിക്കുകയും ഫമകത ഫീ മുസല്ലാഹു, ആ നിസ്കരിച്ച സ്ഥലത്ത് ദാകിറൻ ലില്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി ആ മുസല്ലയിൽ തന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ സൂര്യൻ ഉദിച്ച് ഹത്താ തത്ലുഅ അലാ ഖദ്റ റുംഹിൻ, ഒരു 20 മിനിറ്റ് നേരം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന്റെ ശേഷം സ്വല്ലാ ലില്ലാഹി റക്അതൈൻ, 2 റക്അത്ത് ഇശ്റാഖിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ കാനത് ലഹു അജ്റു ഉംറത്തിൻ താമത്തിൻ താമ, പരിപൂർണമായ ഉംറയുടെ കൂലി അല്ലാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ ഉസ്താദെ 6 മണിക്ക് എനിക്ക് പഞ്ചിങ് ആണ് കമ്പനിയിൽ എത്തിയത്, അവർക്ക് കുഴപ്പമില്ല പഠിച്ചോനെ, അങ്ങനെ നിയ്യത്തുണ്ടല്ലോ, അൽഹംദുലില്ലാ എനിക്ക് സാധിക്കണമല്ലോ പഠിച്ചോനെ, ഇല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ, കുഴപ്പമില്ല. ഇങ്ങനെയൊന്നും കുഴപ്പമില്ല, 9 മണിക്ക് 8 മണിക്കൊക്കെ ഡ്യൂട്ടി ഉള്ളൂ, എന്നാൽ സുബഹി കഴിഞ്ഞ് പള്ളിയിലിരിക്കുക. അല്ല ദിക്റോ നമ്മൾ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ആ ഒരു ജുസുക്കെ അപ്പൊ തീർക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തീർത്തു. സൂര്യൻ ഉദിച്ചു ഒരു 20 മിനിറ്റ്, ഒരു കുന്തത്തിന്റെ അത്ര ഉയർന്നെന്ന് കിതാബ് പറയുന്നത് ഒരു ഏകദേശം 20 ദഖീഖ. നമ്മുടെ ഇന്നത്തെ കണക്ക് പ്രകാരം 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ഇശ്റാഖ്, സൂര്യോദയം കഴിഞ്ഞിട്ടുള്ള ആ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉംറ ചെയ്ത കൂലിയാണ്. യാ അല്ലാഹ്. അങ്ങനെ 30 ദിവസം ചെയ്താൽ എത്ര ഉംറ കിട്ടി? 30 ഉംറ റമദാൻ. അപ്പോൾ ഖുർആൻ നമ്മൾ 2 ഖത്തം തീർക്കാൻ തീരുമാനിച്ചു, 30 ഉംറയും. ഇതൊന്നും നിങ്ങൾക്ക് പ്രയാസപ്പെടില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ, അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. പിന്നെ രാത്രിയിലെ നിസ്കാരമാണ്, രാത്രി നേരത്തെ നിസ്കാരം. സുബ്ഹാനല്ലാഹ്. ഖിയാമുൽ ലൈൽ, തറാവീഹ് റമദാനിലെ പ്രത്യേകമായ ഖിയാമുൽ ലൈലാണ്. തഹജ്ജുദും ഖിയാമുൽ ലൈലും ഒന്നാണ് അല്ല 2ആണ് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ രാത്രി ഉറങ്ങിയതിന് ശേഷം ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് തഹജ്ജുദ് എന്ന് പറയാം. പെട്ടെന്ന് തോന്നും ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയാലല്ലേ തഹജ്ജുദ് കിട്ടുള്ളൂ. അല്ല, മഗ്രിബ് കഴിഞ്ഞ് ഒരാൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. ഉറങ്ങിപ്പോയി, ഉറങ്ങണം നല്ലട്ടെ പറഞ്ഞത്, പഠിച്ചവനെ നാളഞ്ഞുണ്ടാവും. അല്ലാഹ് ഉസ്താദ് മഗ്രിബിന്റെ ശേഷം ഉറങ്ങാൻ പറ്റുന്നതൊക്കെ ഇതൊന്നും നമ്മൾ കാലം വരെ കേൾക്കാത്ത മസലയാണ്. അല്ല, ഒരാൾ ഉറങ്ങിപ്പോയാൽ, ഉറങ്ങിപ്പോയി മഗ്രിബിന്റെ ശേഷം, എന്ത് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇരുന്നത് അങ്ങോട്ട് ഉറങ്ങിപ്പോയി, ഒന്ന് കൂർക്കാൻ മനുഷ്യപ്പോഴേക്കും ഉണർന്നും ചെയ്തു. ഈ മനുഷ്യൻ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്ക് തഹജ്ജുദിന്റെ കൂലി കിട്ടുന്ന. പക്ഷെ ഉറങ്ങല്ലേ, കറാഹത്താണ് നേരത്തെ ഉറങ്ങൽ. ഉറങ്ങിപ്പോയാൽ ഇശാഇന് ശേഷം അല്പെങ്കിലും ഉറങ്ങാം. ഉറങ്ങിയതിന് ശേഷം അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം മത്ന മത്ന സ്വലാത്തുൽ ലൈലി മത്ന മത്ന, രാത്രിയിലെ നിസ്കാരം ഈ 2 റക്അത്തുകളായിട്ടാണെന്നാണ്. എത്ര കഴിയുന്നത് അത്ര നിസ്കരിക്കുക. മിനിമം നമ്മൾ ഉറങ്ങുകയാണ്, രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റി വെക്കുക. നമ്മുടെ സുബഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റു, യാ അല്ലാഹ് മാഷാ അല്ലാഹ്, വുദൂക്ക് എടുത്തു, അത്തായ ഭക്ഷണമൊക്കെ കഴിച്ചു, അതിനെ സംബന്ധിച്ച് പറയാം. എന്നിട്ട് എന്ത് ചെയ്തു? വുദൂ എടുത്തു, മാഷാ അല്ലാഹ് 2 റക്അത്ത് സലാം വീട്ടി, അടുത്ത 2 റക്അത്ത് സലാം, എത്രയും വേണ്ട നിസ്കരിക്കുക. നമ്മുടെ ഹിമ്മത്തിനനുസരിച്ച് നിസ്കരിച്ചോളൂ മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുക. ഇതിനൊക്കെ നമുക്ക് മാതൃക ഉണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കാന യുസല്ലി ഫിൽ യൗമി 300 റക്അ, ഓരോ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹാന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 2 എക്സാമ്പിൾ കാണാൻ പറ്റും. നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ മനസ്സിലാകും. സാധാരണക്കാർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും.
എന്നാൽ നന്നായിട്ട് ഇബാദത്ത് ചെയ്യണം, എനിക്ക് കുറെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരക്കാർക്കും നബി തങ്ങളിൽ മാതൃകയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, 3 ആളുകൾ അവിടുത്തെ വീട്ടിൽ വന്ന് ചോദിച്ച ചോദ്യം ഓർമ്മല്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. തങ്ങൾ എത്രയാ നിസ്കരിക്കാൻ? അപ്പൊ രാത്രി നിസ്കാരമൊക്കെ പറഞ്ഞു. ഇത് കുറച്ചല്ലേ ഉള്ളൂ, അള്ളാഹുവിന്റെ റസൂലല്ലേ, നമ്മൾ എത്രയൊന്നും ചെയ്താൽ പോരാ, ഞാൻ ഇനി രാത്രി മുഴുവൻ നിസ്കരിക്കും. ഒരാൾ നബി തങ്ങൾ എങ്ങനെ സുന്നത്ത് നോൽക്കാറ്? ചിലപ്പോൾ നോൽക്കാറുണ്ട്, ചിലപ്പോൾ ഉണ്ടാവാറില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇത്രയൊക്കെ പോരെ, നമുക്കിത് പോരല്ലോ, ഞാൻ കാലം മുഴുവൻ സുന്നത്ത് നോൽക്കും. വേറൊരാൾ തങ്ങളുടെ കുടുംബജീവിതം, അവിടുത്തെ കുടുംബത്തോടൊപ്പം ഭാര്യമാരോടൊപ്പം ജീവിക്കുന്നു, അവർക്ക് നല്ല മനോഹരമായ സന്തോഷകരമായ കുടുംബജീവിതമുണ്ട്. പടച്ചോനെ, ഞാനിപ്പോൾ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ കളിച്ച് വർത്താനം പറഞ്ഞിരുന്നാൽ പറ്റുമോ? എനിക്ക് ആഖിറത്തിൽ ജയിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോടൊന്നും ഒരു വർത്തമാനവും ഒരു ബന്ധവുമില്ല, ഞാൻ മുഴുവൻ ഇബാദത്താണ്. ഇതും പറഞ്ഞു പോയി. അള്ളാഹുവിന്റെ റസൂൽ വന്നപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരം പറഞ്ഞു. ഇങ്ങനെ 3 ആൾ വന്നിരുന്നു, അങ്ങയെ തിരക്കി, പക്ഷെ അങ്ങയെ കാണാൻ പറ്റിയില്ല. തങ്ങൾ ഉടനെ പോയി പള്ളിയിലേക്ക്, അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പള്ളിയിൽ ചോദിച്ചു, അല്ല, ഒരു 3 ആളുകൾ എന്നെ അന്വേഷിച്ചു വന്നു, പുരയിൽ പോയിട്ട് ചോദിച്ചു വന്ന ആളുകൾ, ഞങ്ങളാ നബിയെ, നഹ്നു യാ റസൂൽ, അങ്ങോട്ട് വരി എന്ന് പറഞ്ഞു. അന അത്ഖാകും ലില്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും തഖ്വയുള്ള ആൾ ഞാനാണ്. വഅഖ്ശാകും ലഹ്, അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നത് ഞാനാണ്. ഫഇന്നി ഉസല്ലി വഅർഖുദു, ഞാൻ നിസ്കരിക്കാറുണ്ട് രാത്രി, ഞാൻ ഉറങ്ങാറുണ്ട്. വഅസൂമു വഅഫ്തിറു, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത റമദാനല്ലേ സുന്നത്ത് നോമ്പ്, നോമ്പില്ലാത്ത അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. വഅതസവ്വജു നിസാ, എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ കല്യാണം കഴിച്ച ആളാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് ഇഷ്ടപ്പെടാത്തവൻ എന്നിൽ പെട്ടവനല്ല. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്, വളരെ ഈസി ആയിട്ട് ദീനിനെ സ്വീകരിക്കാൻ പറ്റും. ഇനിയൊരു ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, തങ്ങൾ രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് ഹത്താ വരിമത് ഖദമാ, അവിടുത്തെ കാലിൽ നീര് വന്ന് വീർത്തു. അവ തഫഅലു ഹാദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഉമ്മുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നബിയേ, ഇത്രയും നേരം ദീർഘിച്ചങ്ങ് നിസ്കരിക്കണോ നബിയേ? കാല് നീര് വന്നില്ല നബിയെ, ഒന്ന് ഇരുന്നൂടെ നബിയെ, നിസ്കാരം നിർത്തിക്കൂടെ? അങ്ങേക്ക് വല്ല പാപങ്ങളും ഉണ്ടോ? അങ്ങയുടെ പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറവെച്ചിട്ടില്ലേ നബിയെ? എന്തിനാണ് അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു. അവലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുക്ക് നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും സ്വഹീഹായ ഹദീസാണ്. ഈ 2 ഹദീസുകൾ ഇങ്ങനെ നോക്കി നമുക്ക് ഏതാ വേണ്ടത് എടുക്കാം. രണ്ടിലും തങ്ങളിൽ മാതൃക ഉണ്ട് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പോ രാത്രിയിലെ ഈ ഖിയാമുൽ ലൈൽ നമുക്കതിന് സാധിക്കുന്നില്ല. പടച്ചോനെ, കഴിയില്ലല്ലോ, രാത്രി അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റണില്ലല്ലോ. എന്താണ്, അത്താഴം കഴിഞ്ഞാൽ തന്നെ, അല്ല നോമ്പ് തുറന്നാൽ തന്നെ ഉറങ്ങാനാണ് ആഗ്രഹം. നമ്മളങ്ങനെ ഉള്ള ഭക്ഷണ രീതികളൊക്കെയാണല്ലേ നമുക്ക് വരാൻ പോകുന്നത്. പടച്ചോനെ, മുഅ്മിനീങ്ങളെ, റമദാൻ പട്ടിണി കടന്ന് നോമ്പ് വിൽക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കട്ടോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. രാത്രി നിസ്കാരം സാധിച്ചില്ലെങ്കിൽ ഈസിലി കിട്ടാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഒരു ഷോർട്ട് കട്ട്, പടച്ചോനെ സദവേ പറഞ്ഞെന്നാക്കി, അന്ന് ഇനി നേരം വൈകല്ലേ. ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ഇശാ നിസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി പകുതി നിന്ന് നിസ്കരിച്ചതിന്റെ, സുന്നത്ത് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടും. യാ അല്ലാഹ്. അടുത്ത പകുതിയോ, മൻ സ്വല്ലൽ ഫജ്റ ഫി ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലി. അപ്പൊ 2 പകുതി കിട്ടിയാൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി കിട്ടിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇശാഉം സുബ്ഹിയും ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ആ ശ്രേഷ്ഠത കിട്ടും. നഷ്ടപ്പെടുത്താതിരിക്കാൻ. രാത്രി നിസ്കരിക്കുന്നവർക്ക് കൂലി ഏറെ കിട്ടും. മുഅ്മിനീങ്ങൾ ആ ഫളീലത്ത് കിട്ടുമെന്നാ പറഞ്ഞത്. സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത് സുബ്ഹാനല്ലാഹ് ഖുർആന്റെ 1/3 ക്ലാസ്സും ദർസൊക്കെ കേട്ട ആൾക്കാർ ഞാൻ ഖത്തം അടിച്ചു തീർക്കും. എന്താ ഖുൽ ഹുവല്ലാഹു അഹദ് ഒന്ന് ഓതിയ ഖുർആന്റെ 1/3 ആയില്ലേ? അതല്ല, ആ ഫളീലത്ത് കിട്ടും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഓരോ അക്ഷരങ്ങൾക്കുമുള്ള കൂലി അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടും, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ 1/3 ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 6326 എന്നാണ് അതിന്റെ കൃത്യമായ കണക്ക്. 6666 എന്ന് പറയാറുണ്ട്. അതിൽ ചെറിയൊരു കണക്ക് വശമുണ്ടെന്നാണ്. ഏതായിരുന്നാലും ഈ 6000 ആയത്തുകളിൽ 2000-ലേറെ ആയത്തുകൾ അല്ലാഹു ചർച്ച ചെയ്തത് തൗഹീദാണ്. 2000 എന്ന് പറഞ്ഞാൽ 6000 ആയത്തുകളുടെ 1/3 തൗഹീദാണ് ചർച്ച. സൂറത്തുൽ ഇഖ്ലാസിന്റെ ചർച്ചയും തൗഹീദാണ്. ഖുൽ ഹുവല്ലാഹ്. അതുകൊണ്ട് 1/3. സുബ്ഹാനല്ലാഹ്. പക്ഷേ അതിന്റെ ഫളീലത്ത് കിട്ടും, പക്ഷേ കൂലി വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്ങനെയെങ്കിലും രാത്രി നിസ്കാരത്തിന്റെ കൂലി നമുക്ക് കിട്ടണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പിന്നെ സ്വർഗത്തിലൊരു വീട് വേണ്ടേ? പടച്ചോനെ വേണം, അല്ലേ?
വേണം. അള്ളാഹു നമുക്ക് എമ്പാടും നൽകുമാറാകട്ടെ. നമ്മൾ വിചാരിക്കും ഉസ്താദേ വീടൊന്നും വേണ്ട, കടന്നിട്ടേ മതിയെന്ന് എനിക്കുള്ളൂ, നമുക്ക് അത്യാർത്ഥ്യമൊന്നുമില്ലാന്ന്. അതൊക്കെ വെറുതെ പറയാം. നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ പറയാ, ഒരു വിസ കിട്ടിയാൽ മതിട്ടോ, നിങ്ങൾ എന്ത് ഗ്രോസറിയും കുഴപ്പമില്ല, ഗഫ്തീരിയും കുഴപ്പമില്ല, എനിക്കൊരു വിസ അങ്ങോട്ട് കിട്ടിയാൽ ബാക്കി ഞാൻ ജീവിച്ചോളാം. ശരി, പിന്നെ വന്നാലത് മതിയാവോ? പടച്ചോനെ 1500 1200 യാ റബ്ബ്, എന്നെ പോലത്തൊരു ഗതികെട്ട ആൾ വേറല്ലല്ലോ പടച്ചോനെ. ഒരു 2000 അല്ലാതെ എങ്ങനെ ഈ നാട്ടിൽ പിടിച്ചിരിക്കാൻ? 2000 കിട്ടി, തീരോ? എന്താണ് ഇങ്ങനെ കാലം കഴിച്ചിട്ട് ഭാര്യനെ കൊണ്ടുവരണ്ടേ? മിനിമം ഒരു 4000 കിട്ടിയെങ്കിലല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യാ അല്ലാ, 4000 കിട്ടി. ഭാര്യനെ കൊണ്ടുവരാൻ ഡോക്യുമെന്റ് കിട്ടിയ പോലെ അവൾക്ക് ചെലവ് കൊടുക്കണമെങ്കിൽ 2000 ഏറെ വേണ്ടേ, ഒരു 6000 വേണ്ടേ ഭാര്യനായിട്ട് ജീവിക്കണമെങ്കിൽ? ജീവിച്ചു, 6000 കിട്ടി. പടച്ചോനെ, ഭാര്യയും കുട്ടിയും ജീവിക്കുമ്പോൾ 9 പൈസ എടുത്താക്കാൻ കിട്ടണില്ല. ഒരു മിനിമം 10,000 ഉണ്ടെങ്കിലല്ലേ വരുമാനം. ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെയാണ്. സ്വർഗത്തിലെത്തിയാൽ ഇങ്ങനെ പറയുന്ന ഇന്നൽ ജന്നത 100 ദറജ, അല്ലാഹുവിന്റെ ശുഹദാക്കൾക്ക് വേണ്ടി അല്ലാഹു തആല 100 ലെവലുകളാണ് സ്വർഗ്ഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ബൈന കുല്ലി ദറജ, ഓരോ ദറജയുടെയും ഇടയിൽ മാ ബൈന സമാഇ വൽ അർദ്, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലുള്ള അത്ര ദൂരമുണ്ടെന്നാണ് ഒരു ലെവലിലേക്ക്. എന്ന് പറഞ്ഞാൽ 100 നില കെട്ടിടാണ്, ബുർജ് ഖലീഫയാണ് സ്വർഗ്ഗം എന്ന് വിചാരിക്കേണ്ട. ലോകങ്ങളാണ്, ലോകങ്ങളാണ്. മാ ബൈന കുല്ലി ദറജ മാ ബൈന സമാഇ വൽ അർദ്. ഇവിടെ വേറൊരു വിഷയമുണ്ട്, ഭൂമി, സെൻട്രാലിറ്റി ഓഫ് ദ യൂണിവേഴ്സ്. ഖുർആനും ഹദീസിലൊക്കെ ഇത് കാണാൻ പറ്റും. ഈ പ്രപഞ്ചത്തിന്റെ ഒരു സെന്റർ ഭൂമിയാണെന്നൊരു കൺസെപ്റ്റാണ്. അത് ഉലമാഒക്കെ ഡോക്ടർ ഉമർ മൻസൂർ അലി മൻസൂർ ഖയാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ, മഹാനായ ഷെയ്ഖ് ഉമർ സഗ്ലൂലിനെ പോലെയുള്ള റഹിമഹു അമദ്ദഹുമുല്ലാഹു ഫീ ദില്ലിൻ, വലിയ വലിയ പണ്ഡിതന്മാർ, ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഖുർആനും ശാസ്ത്രമൊക്കെ പഠിച്ച വലിയ പണ്ഡിതന്മാർ, അവരൊക്കെ സമർത്ഥിക്കുന്ന വിഷയം ഭൂമി ഈ പ്രപഞ്ചത്തിന്റെ സെന്ററാണ്. നക്ഷത്രങ്ങളും വലിയ വലിയ ഗോളങ്ങളും നോക്കിയാൽ ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ പെക്ക്, ഒരു പൊടിന്റെ അത്ര ഉണ്ടാവുള്ളൂ ഭൂമി. പക്ഷേ ഭൂമി സെന്റർ ആണെന്നാണ്. ഇവിടുന്ന് ദൂരങ്ങൾ അടക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, അത് ഖുർആനിലെ വലിയൊരു അത്ഭുതവും കൂടിയാണ്. ഏതായിരുന്നാലും ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരമാണ് ഒരു ലെവലിലേക്കുള്ളത്. അങ്ങനെ 100 ലെവലുകൾ. പ്രശ്നം എന്താ? മേലെ തട്ടിലുള്ള ആളുകൾക്ക് താഴത്തുള്ള ആളുകൾ വന്ന് കാണാൻ പറ്റുന്നതാണ്, പക്ഷെ താഴെയുള്ള ആൾക്കാർക്ക് മേലെ പോകാൻ പറ്റൂല. യാ അല്ലാഹ്, അപ്പൊ ഇങ്ങനെ കൊതിച്ചോ പടച്ചോനെ, ആ വെറുതെ വടായി മറിഞ്ഞിരിക്കണ നേരത്തെ 2 പേജ് ഖുർആൻ ഞാൻ അന്ന് ഓദിക്കണമെങ്കിൽ ഒരു 2ാം നിലയിലെങ്കിലും എത്താമായിരുന്നല്ലോ പടച്ചോനെ. മുഅ്മിനീങ്ങളെ, അവിടെ ചെന്ന് കൊതിക്കുന്ന കൊതി അതായിരിക്കുന്ന. നമ്മളിപ്പോൾ പറയും എത്തിയാൽ മതി, ഗൾഫ് കയറുന്ന പോലെ ആലോചിച്ചാൽ മതി. നമ്മൾ അവിടെ ചെത്തിയാൽ നമ്മുടെ കോലം മാറും. പടച്ചോനെ, അതുകൊണ്ട് അവിടെ വീട് വേണം, ബൈത്തും, ഒരുപാട് വീടുകൾ വേണമെന്ന സൂറത്ത് ഖുൽ ഹുവല്ലാഹു അത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 10 മററാത്ത് ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. യാ അല്ലാഹ്, ഖുൽ ഹുവല്ലാഹു അഹദ് 10 പ്രാവശ്യം ഓതിയാൽ സ്വർഗ്ഗത്തിലൊരു പാലസ്, അല്ലാഹുവിന്റെ കൊട്ടാരമാണ്. മുഅ്മിനീങ്ങളെ, എംബ്രേസ് പാലസ് ആണെന്ന് ഓർക്കരുത്, അല്ലാഹുവിന്റെ കൊട്ടാരം. പറയും എന്തായിരിക്കും ഇതന്നെ? എങ്ങനെയാണെങ്കിൽ ആഖിറത്തേത് എന്തായിരിക്കും? ഇതാ മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. ദുനിയാവിലെ മനുഷ്യന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലേ? നമ്മളൊക്കെ അബുദാബിക്കാരല്ലേ, എമിറേറ്റ്സ് പാലസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ. യാ അല്ലാഹ്, നമ്മൾ ചിന്തിക്കണം, ദുനിയാവിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വർഗം എന്താ? ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗം. മാല വല ഖതറ അലാ ബാലി ബശർ. ഇതാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം. യാ അല്ലാഹ്, എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഖുൽ ഹുവല്ലാഹു അഹദ് എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. മുഅ്മിനീങ്ങളെ ഓതിക്കോളി, മുഅ്മിനീങ്ങളെ ഓതിക്കോളി ഇൻഷാ അല്ലാഹ്. ഒരു കാലി പറമ്പ് വാങ്ങിയിട്ട് അവിടെ പോയി താമസിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ വീട് വേണ്ടേ? എത്ര പെട്ടെന്നാണ് പടച്ചത്. ഒരു വീടുണ്ടാക്കാൻ ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. 10-15 കൊല്ലം ഇവിടെ നിന്നിട്ട് വലിയ വളവന്മാർ 2 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത് വേറെ വിഷയം. ഹലാലും ഹറാമൊക്കെ നോക്കിയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു പുര ഭൂമിയിൽ ഉണ്ടാക്കുന്നത്. അള്ളാഹിന്റെ സ്വർഗത്തിൽ 10 ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു പാലസ്. 20 ഓതിയാൽ 2, 30 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ 3 കൊട്ടാരം. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇദൻ ലനുക്സിറന്ന ഖുസൂറനാ യാ റസൂലല്ലാഹ്. നബിയേ, എങ്കിൽ ഞങ്ങളുടെ കൊട്ടാരങ്ങളുടെ എണ്ണം ഞങ്ങൾ കൂട്ടാൻ തീരുമാനിച്ചു. കൂട്ടിക്കോളൂ, അല്ലാഹു ഔസഉ ബിദാലിക്. ഉമറേ, അല്ലാഹുവിന് അതിലേറെ നിങ്ങൾക്ക് തരാൻ പറ്റും എന്ന് ഉമർ ഫാറൂഖ് തങ്ങളോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ റമദാനിലും അല്ലാത്തപ്പോഴും പറ്റുന്ന സംഗതികളാണ്. പക്ഷെ റമദാനിൽ ഒരു വീട് കിട്ടാൻ, ഈ റമദാൻ കൊണ്ട് എന്നും കിട്ടുന്ന സംഗതി, ഓരോ ദിവസവും ഒരു ബൈത്തും ഫിൽ ജന്ന. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ ലില്ലാഹി 12 റക്അ
12 റക്അത്ത് സുന്നത്ത് അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും നിസ്കരിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന, ഈ 12 റക്അത്ത് സുന്നത്ത് കാരണം അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഭയങ്കരല്ലേ. ഏതാണ് ഈ 12 റക്അത്ത് സുന്നത്ത്? റക്അതാനി ഖബ്ലൽ ഫജ്രി, സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്. വ അർബഉൻ ഖബ്ലൽ ദുഹ്രി, ദുഹ്റിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത്. വ റക്അതാനി ബഅദൽ ദുഹ്രി, ദുഹ്റിന്റെ ശേഷം 2 റക്അത്ത്. എത്രയായി? 8. അസറിന്റെ മുമ്പ് ശേഷം ഒന്നും പറഞ്ഞില്ല. വറകഅതാനി ബഅദൽ മഗ്രിബി, മഗ്രിബ് കഴിഞ്ഞിട്ട് 2 റക്അത്ത്. വറകഅതാനി ബഅദൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 2 റക്അത്ത്. 12. ഈ സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു അവർക്ക് ഒരു കൊട്ടാരം അല്ലാഹു ഓരോ ദിവസവും പണിതു കൊടുക്കും. മുഅ്മിനീങ്ങളെ, ദുനിയാവിലെ പൈസക്കാരെ നോക്കി നിൽക്കണ്ട, ആഖിറത്തിലെ മുതലാളിമാരാകാൻ നോക്കിക്കോളി. ഇവിടെ അച്ചല്ല, സ്വർഗ്ഗലോകം അതിലേറെ അത്ഭുതം, ഇൻഫിനിറ്റ്, ഒരു അറ്റവുമില്ലാത്ത സ്വർഗ്ഗലോകം. വേണ്ട, അവിടെ ചെന്ന് നോക്കും. നമ്മളൊക്കെ വിചാരിക്കും, പടച്ചോനെ ഞാനൊക്കെ പച്ച സാധു എന്ന് വിചാരിച്ച ആൾ ഈ സ്വർഗ്ഗലോകത്തെ മുതലാളിയാണല്ലോ. എന്തേ? നല്ലോണം ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പിഷ്കണ്ട, നമുക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മുടെ കാലശേഷം ആരെങ്കിലും നമുക്ക് ചെയ്തെന്നാൽ മാഷാ അല്ലാഹ്, നമുക്ക് വേണ്ടി കുറെ ഖുർആൻ ഓതി ദുആയിരുന്നു, അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ മിൻകും അഹബ്ബു ഇലൈഹി മാലു വാരിസിഹി മിൻ മാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മുതലിനേക്കാളും അനന്തരാവകാശം കിട്ടുന്ന മുതൽ ഇഷ്ടമുള്ളവരാരാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ മുതലിനേക്കാളൊക്കെ എനിക്കിഷ്ടം എൻ്റെ വാപ്പ മരിച്ചിട്ട് കിട്ടുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരാരാണ്? അന്നത്തെ കാലമായതുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതൽ തന്നെയാണ് ഇഷ്ടം. സുബ്ഹാനല്ലാഹ്. ഇന്നാണെങ്കിൽ അമ്മോശം ഒന്ന് കണ്ണിമ്പിയാലല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ കല്യാണം കഴിക്കണ കാലാണ്. സ്ത്രീധനൊന്നും വേണ്ട, എന്തും വേണ്ട, എന്ത് വാപ്പാക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മളെ പെണ്ണിൻ്റെ ഒരു ഓര് കിട്ടിയാൽ തന്നെ പോരെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കാത്തു കിടക്കുക. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതൽ തന്നെയാണ് നബിയെ ഇഷ്ടം, അനന്തരാവകാശം കിട്ടേണ്ട മുതൽ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ വേണം നബിയെ. അതാ എങ്കിൽ നിങ്ങൾ അമല് ചെയ്തേക്കണം, അത് നിങ്ങളുടെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളുടെ സ്വത്താണ്. പിന്നെ അനന്തര സ്വത്ത് കിട്ടിയാൽ നിങ്ങൾ എടുത്തോളി. നമ്മളൊക്കെ പടച്ചോനെ അമ്മോശങ്ങാക്കാൻ്റെ അടുത്ത് കിട്ടണമെന്നോ അല്ലെ വാപ്പാന്റെ മുതൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ കടക്കാർ വരുന്നത്. മുഴുവൻ മുതൽ വിറ്റാലും വാപ്പാന്റെ കടം തീർക്കാൻ പറ്റില്ല. മക്കൾ മുങ്ങുവാ നേരത്ത്. ഞങ്ങൾ മക്കൾ തന്നെ എല്ലാവരും, ഒരു പരിചയം എല്ലാവരെയും വാപ്പാനെ. സുബ്ഹാനല്ലാഹ്. ഒന്നുമില്ല, കിട്ടിയെങ്കിലല്ലേ ആവൂ. വാപ്പ എവിടെയൊക്കെ അതിന് ഇടപാട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു റസൂൽ പറയാം, അമല് അവനവൻ ചെയ്തോളി, അത് കിട്ടുന്നുള്ള കാര്യം ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഉറപ്പാ അല്ലാഹു തരും. പക്ഷേ ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് കിട്ടിയാലായി, അല്ലെങ്കിൽ എന്തായി? അതുകൊണ്ട് അനന്തര സ്വത്ത് വേണ്ട, സ്വന്തം സ്വത്ത് മതി എന്ന പോലെ സ്വന്തം അമല് ചെയ്യാൻ നോക്കി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 12 റക്അത്ത് സുന്നത്താ പറഞ്ഞത്. 1 സുബ്ഹിന്റെ മുമ്പ് 2, നിങ്ങൾ പറഞ്ഞേക്കൂ. ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 2, ഇപ്പൊ 8 എണ്ണായി അല്ലേ? ഇനി നമുക്ക് എത്ര എണ്ണം കൂടെ വേണം? 4 എണ്ണം കൂടെ വേണം. മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. അസ്റിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ടെന്ന മൻ സ്വല്ലാ ഖബ്ലൽ അസ്രി 4 ഹറമഹുല്ലാഹു അലൻ നാർ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ജാമിഇൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അസ്റിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്. പക്ഷേ അത് നിസ്കരിച്ചാൽ നരകം അവർക്ക് അല്ലാഹു ഹറാമാക്കുമെന്നാണ്. പക്ഷേ ഈ സ്വർഗത്തിലെ ഒരു കൊട്ടാരം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ 12 റക്അത്താണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എത്ര കൊട്ടാരങ്ങൾ നമ്മൾ മിസ് ചെയ്തു പോയി മുഅ്മിൻ. കഴിഞ്ഞ കാലത്ത് ഇത് കിട്ടുമോ? ഇല്ല. ഇന്നലകൾ നിന്ന് ചെയ്യാൻ പറ്റുമോ? ഇന്നത്തേത് ഇന്ന് മുതൽ ആലോചിക്കണം. അള്ളാഹു നമ്മുടെ ഇന്നലത്തേതിനേക്കാളും ഖൈറാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ തറാവീഹിന്റെ നിസ്കാരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. സാധിക്കുന്ന ആളുകൾ നമുക്ക് 20 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയാൽ മാഷാ അല്ലാഹ് വളരെ ഭംഗിയായി കഴിയുന്നത് നിസ്കരിക്കുക. അത് ലില്ലാഹി അല്ലേ, ഈമാനൻ വഹ്തിസാബൻ. കൂലി കിട്ടണമെന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ, കൂലി കിട്ടണമെന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ. തറാവീഹ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മോശല്ലേ, അതുകൊണ്ട് പോവുക. അതിന് കൂലിയുണ്ടോ? ഇല്ല. പിന്നെ
പിന്നെ നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുനാഫിക്കാണോ അല്ലേ എന്നറിയാൻ എളുപ്പമാണ്. നിസ്കാരത്തിലേക്ക് നോക്കിയാൽ ഖാമു ഇല സ്വലാത്ത് വഇദാ ഖാമു ഇല സ്വലാത്ത് ഖാമു കുസാല. നിസ്കാരത്തേക്ക് നിന്നാ ഇങ്ങനെ മടിയന്മാരായിട്ടേ മുനാഫിക്കുകൾ നിൽക്കുള്ളൂ. മുഅ്മിനീങ്ങൾ നല്ല അറ്റൻഷനിൽ നല്ല ബോധത്തിലേ നിൽക്കുള്ളൂ. യാ അല്ലാഹ്. അപ്പോ നല്ല റാഹത്തിൽ. ഇങ്ങനെ റാഹത്ത് കിട്ടണമെങ്കിൽ 2 പണി നിർബന്ധമാണ്. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറക്കണ നേരത്ത് നന്നായി ഭക്ഷണം കഴിച്ചാൽ ഇശാവും കൊളാവും തറാവിയും പോവും, ഖിയാമുൽ ലൈലും കിട്ടൂല. അതുകൊണ്ട് കുറച്ച് കുറക്കുക. അത്താഴം നന്നായിട്ട് വയറ് നിറച്ചാലോ ളുഹർ വരെ പിന്നെ ഉറങ്ങാനേ പറ്റുള്ളൂ. ഒരു പണി പിന്നെ നടക്കൂല ളുഹർ വരെ. അതുകൊണ്ട് ഭക്ഷണം ഒന്ന് കുറക്കൽ നിർബന്ധമാണ് കേട്ടോ. അത് ഇതിന്റെ കൂട്ടത്തിൽ പറയണം. നോമ്പെന്ന് പറഞ്ഞ തന്നെ വിശപ്പറിയേണ്ട നോമ്പാണ് മുഅ്മിനീങ്ങളെ. വിശപ്പറിയേണ്ട നോമ്പാ. എന്തുകൊണ്ട്? ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഫദയ്യിഖു മജാരിഹി ബിൽ ജൂഅ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പിശാച് നിങ്ങളുടെ ശരീരത്തിലൂടെ നടക്കുന്നുണ്ട് എല്ലായിടത്തും. അതുകൊണ്ട് പിശാചിന്റെ സഞ്ചാരപഥം നിങ്ങൾ ഇടുങ്ങി ആ വഴിങ്ങട്ട് ചുരുക്കണം. ശരിക്കൊരു ഉദാഹരണം കിട്ടണമെങ്കിൽ കണ്ണൂർ വഴി തലശ്ശേരി മാഹിയൊക്കെ ജീവിക്കുന്നു. ആ മാഹി തലശ്ശേരി റോഡ് പോലെ ഒരു ട്രക്കും വന്നു, ട്രക്ക് ഇഷ്ടം പോലെ. പിന്നെ അവിടെ സൈഡ് എടുക്കാനൊന്നും സ്ഥലമല്ല. പിന്നെ വെയിറ്റ് ചെയ്യുന്ന മാഹി ആ കുന്ന് കഴിഞ്ഞ് ഇറങ്ങി 1 വീം കഴിഞ്ഞ് എവിടെയെങ്കിലും പുറത്തെത്തണമെങ്കിൽ മണിക്കൂറുകൾ കഴിയും. എന്തേ? അങ്ങനെ ടൈറ്റാണ്. അവിടെ ഓടി മത്സരോട്ടം നടക്കാൻ പറ്റൂല. എന്ത് സ്ഥലമല്ല. ഇങ്ങനെ നിങ്ങൾ പിശാചിന്റെ റോഡ് ഇങ്ങോട്ട് ഇടുങ്ങിയതാക്കി കൊടുക്കണം. എങ്ങനെ പിശാചിന്റെ റോഡ് ഇടുങ്ങിയതാക്കുന്നത്? ബിൽ ജൂഅ്, വിശപ്പ് സഹിക്കൽ. യാ അല്ലാഹ്, വിശക്കണം എന്നാണ്. നമ്മൾ നോമ്പുറക്കുമ്പോൾ തിന്നതും അത്താഴം തിന്നതും ദഹിക്കാനാവുമ്പോഴേക്കും അടുത്ത നോമ്പുറക്കാനായി. പടച്ചോനെ, ഇങ്ങനെ 30 ദിവസം കഴിയുമ്പോൾ 10 കിലോ കൂടി. 30 ദിവസം അള്ളാഹ് പട്ടിണി കിടന്നിട്ട് 10 കിലോ കൂടുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരു നേരത്തെ ളുഹർ നേരത്തെ ഒരു ഭക്ഷണം ഒഴിവാക്കിയതിന് എത്ര കരിച്ചതും പൊരിച്ചതാ പടച്ചതും. എന്തേ ഇപ്പൊ ഇതൊക്കെ? ജ്യൂസ് ഏത് തരത്തിലൊക്കെ വേണം. നോമ്പുറക്കാൻ നേരത്തുള്ളൊരു ആവേശം കാണും. ഇതൊക്കെ തിന്നുന്ന വിചാരിക്കുക ഇവിടെ നമ്മളെ കൊണ്ട് കഴിയൂല. അങ്ങോട്ട് തോന്നി എന്തേ ഇപ്പൊ മിസ്സായത്? ഒരു നേരത്തെ ഉച്ചഭക്ഷണം മാത്രമേ ഇപ്പൊ തിന്നാന്നിട്ടുള്ളൂ. സിസർ വലിക്കാർക്ക് കുറെ വലി മിസ്സായിട്ടുണ്ടാവും. പക്ഷെ ഭക്ഷണം എന്ന നിലയ്ക്ക് മിസ്സായത് എന്തേ? ഒരു ഉച്ചനേരത്തെ ഭക്ഷണം. അതിന് നമ്മൾ എത്രയാ പൈസ ചെലവാക്കേണ്ടത് പടച്ചോനെ. എന്തൊക്കെ പെണ്ണുങ്ങൾ കടന്ന് ഇടങ്ങാറാകും. ഒറ്റകൾക്ക് ഒന്ന് നിസ്കരിക്കാനോ ഒന്ന് ഖുർആനോ ഓതാനോ നേരണ്ടോ? പത്തിരി പരത്തണം അല്ലേ? വിഭവങ്ങൾ. എന്തിന് വിഭവം ഉണ്ടാക്കുന്നത്? നമുക്ക് അങ്ങനെ സിമ്പിളാക്കിയിട്ട് ഈ റമദാൻ ഒന്ന് ആക്കിക്കൂടെ? ഒന്ന് എക്കണോമി ആക്കിയിട്ട്. നമ്മളൊക്കെ ബിസിനസ് ക്ലാസ് നോമ്പപ്പം നോക്കണത്. അതൊന്ന് എക്കണോമി ആക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അത് നിങ്ങൾ ഈ വേള് പറഞ്ഞതൊക്കെ ഒരു നാട്ടിൽ ഒരു കേസെട്ടെങ്കിലും കൊടുത്തയക്കേണ്ടി വരും പുരക്കാർക്ക് അല്ലേ? അവർ പറയും റമദാനാ വരുന്നത്, 10,000 അയക്കണോ 20 അയച്ചേക്കണം അല്ലേ? 20 അയക്കണോ 40 അയച്ചേക്കണം എന്നൊക്കെ ഒരു പറയും. നമ്മൾ ഈ പറയണ ഇതൊക്കെ നിങ്ങളെ ഫിലോസഫിയൊക്കെ വെച്ചിട്ടത് നാട്ടിൽ നടക്കൂല എന്ന് പറയും. നമ്മുടെ പുരയിലെങ്കിലും നടത്താൻ നോക്കിയ മുഅ്മിനീങ്ങളെ ഒന്ന് ചെലവ് കുറക്കുക. എത്ര കൂലിയാണ്. പട്ടിണി കിടക്കുന്ന നോമ്പ്, പട്ടിണി ഇല്ലാത്ത നോമ്പ് നമ്മൾ ഒരുപാട് നോക്കിയിട്ടുണ്ട്. വല്ല എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു കുഴപ്പമില്ല. എന്ത് വിശപ്പന്നെ അറിഞ്ഞിട്ടില്ല. വിശക്കണം എന്നാണ്. അതിന് 1/3 ഭക്ഷണം കഴിക്കുക അല്ലേ? 1/3 ഭക്ഷണം. 1/3 ഭക്ഷണം. യാ അല്ലാഹ്. ബിഹസ്ബി ബിനി ആദമ ലുഖൈമാതുൻ യുഖിംന സുൽബഹ. ആദം സന്തതിക്ക് മതി ഏതാനും ഉരുള ഭക്ഷണം മതി. യുഖിംന സുൽബഹു, അവന്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ അത്തരം ഉരുളകൾ മതി. ഫഇൻ കാന ലാ മഹാല, തിന്നേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫസുലുസുൽ ലിതആമിഹി, 1/3 ഭക്ഷണത്തിന്, വസുലുസുൽ ലിശറാബിഹി, 1/3 വെള്ളത്തിന്, വസുലുസുൽ ലിനഫസിഹി, 1/3 ശ്വസിക്കാൻ. യാ അല്ലാഹ്, വയറ് 1/3 ആക്കുക. 1/3 തന്നെ ആവണമെങ്കിൽ 4 പ്ലേറ്റൊക്കെ തിന്നണമെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷല്ല. നമ്മൾ കുറക്കാൻ തീരുമാനിക്കുക, ശരിക്ക് കുറക്കുക. നന്നായി ഭക്ഷണം കഴിച്ച് റമദാനിലൊക്കെ വെയിറ്റ് കൂടുകയാണ്. യാ അല്ലാഹ്, പക്ഷെ റമദാനിൽ വെയിറ്റ് കുറക്കൽ നിയത്തല്ലേ? അതുകൊണ്ട് അള്ളാഹു തആല കൂലി തരില്ല. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാൻ. സോം ഇസ്ലാമിന്റെ റുക്കിന. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് സബ്മിറ്റ് ചെയ്യുക. നിനക്ക് വിശപ്പ് ഇഷ്ടമാണോ ഇല്ല ഇത് വിഷയമല്ല. എനിക്ക് വേണ്ടി വിശപ്പ് സഹിച്ചേ പറ്റൂ. ഇതാണ് റമദാൻ. അതുകൊണ്ട് ഭക്ഷണം കുറക്കുക തന്നെ ചെയ്യുക. അത് റമദാൻ കഴിഞ്ഞിട്ടും ഈ ഹദീത്ത് ഓർത്താൽ മാഷാ അള്ളാഹ്, കൊളസ്ട്രോളും പ്രഷറും വാങ്ങി പോകേണ്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചോളി. ഇന്നൊക്കെ ആരോഗ്യത്തെ പറ്റിയ വാല്യൂ പറയേണ്ടത് അല്ലേ? ആരോഗ്യം ശ്രദ്ധിക്കും. ഭക്ഷണം കുറക്കുക. തീറ്റപ്രിയന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഭക്ഷണം റമദാനാകുമ്പോൾ വല്ലാത്ത ആവേശമായിരിക്കും.
അശ്അബ് ഇബ്ൻ ജുബൈർ എന്ന് പറഞ്ഞ ഒരു തൊമ്മാഉൽ അറബുണ്ട്, അറബികളുടെ കൂട്ടത്തിലെ ഭക്ഷണപ്രിയനായിരുന്നു അശ്അബ് ഇബ്ൻ ജുബൈർ. അദ്ദേഹം ഖലീഫ അബൂ ജഅഫർ അൽ മൻസൂർ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മൻസൂർ രാജാവിൻ്റെ അടുത്ത് ഒരു കൊട്ട നിറയെ ബദാം ഇരിക്കുന്നുണ്ട്. അവർ അറബികളൊക്കെ നട്ട്സ് നന്നായി കഴിക്കുമല്ലോ, ബദാം കിടക്കുന്നുണ്ട്. അങ്ങനെ അബൂ മൻസൂർ രാജാവ്, ഇയാൾ വന്നാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം ഭക്ഷണപ്രിയനാണ്. അദ്ദേഹം വന്നപ്പോൾ ഒരു ബദാം കൊണ്ട് എറിഞ്ഞു കൊടുത്തു അശ്അബ് ഇബ്ൻ ജുബൈർ. വായയിൽ ഇങ്ങനെ എടുത്തു എന്നാ കുട്ടികളൊക്കെ അങ്ങനെ ക്യാച്ച് ചെയ്തു വായയിൽ. സുബ്ഹാനല്ലാഹ്, ഒന്ന് കിട്ടി. ഇയാൾക്ക് 1 പോരാ 2 പോരാ 30 പോരാ, അത് വേറെ വിഷയം. അദ്ദേഹത്തിന് അതിന് കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. 1 കിട്ടി, രാജാവ് ഒന്നും തരുന്നില്ല. ഇപ്പൊ മൻസൂർ രാജാവിന് അറിയാം, അബൂ ജഅഫർ അൽ മൻസൂർ ലോകപ്രസിദ്ധനാണല്ലോ മൻസൂർ രാജാവ്, ഖലീഫയാണ്. വരുന്നില്ല എന്ന് കണ്ടപ്പോൾ കൊടുത്തൊരായത്ത് അല്ലെ, സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും 2 പേർ ഗുഹയിലിരിക്കണ നേരത്ത് എന്ന് പറഞ്ഞ 2 എന്ന് വന്നല്ലോ, മനസ്സിലായ രണ്ടാമത്താണ് ചോദിക്കണത്. എടുത്തു രണ്ടാമത്തേത്. സുബ്ഹാനല്ലാഹ്. യാസീന ഓതുന്നത് 3-ാമത്തെ ഒരാളെയും കൂടി അള്ളാഹ് അയച്ചല്ലോ. ആ ഗ്രാമവാസികളുടെ 2 റസൂലുമാരുടെ കൂടെ കൊടുത്തു 3-ാമത്തേത്. ഇബ്രാഹിം നബിയോട് പറഞ്ഞ കാര്യം 4 പക്ഷികളെ പിടിച്ചോളി. 4-ാമത്തവും കൊടുത്തു. യാ അല്ലാഹ്, ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രാജാവ് ഇരിക്കണ നേരത്ത് ബഹുമാനപ്പെട്ട മൻസൂർ രാജാവ് അത്ഭുതപ്പെടുകയാണ്. യഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും. യാ അല്ലാഹ്, അവര് പറയുന്നുണ്ട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, അവര് 5 പേരായിരുന്നു, അല്ല 6 ആയിരുന്നു. 6-ാമൻ നായ 5ഉം 6ഉം കിട്ടി. പഠിച്ചോനെ, യാ അല്ലാഹ്. സഖറഹാ അലൈഹിം 7 ലയാലിൻ വ8 അയ്യാമിൻ ഹുസൂമാ. ഹൂദ് നബിന്റെ സമൂഹത്തെ നശിപ്പിച്ച കാലം 7 പകലും 8 രാത്രികളും കാറ്റടിച്ച് വീശി കിട്ടി. 7ഉം 8ഉം കിട്ടി. പഠിച്ചോനെ. وكان في المدينة 9 رهط. ആ ടൗണിൽ അന്ന് 9 കുറ്റവാളികൾ ഉണ്ടായിരുന്നു. സ്വാലിഹ് നബിന്റെ ഒട്ടകത്തെ കൊല്ലാൻ. ആയത്ത് അങ്ങനെ പഠിച്ചിരിക്കും, തിന്നാൻ പോവല്ലേ. യാ അല്ലാഹ്. 9-ാമത്തതും കിട്ടി. 10 കിട്ടണ്ടേ? മുപ്പരിങ്ങനെ പറഞ്ഞു, ഫസലാസത്തു അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബഅത്തുൻ ഇദാ റജഅതും ഫതിൽക ഇദൻ 10 കാമില. യാ അല്ലാഹ്, ഹജ്ജിന്റെ നിയമം പറയാ, 10 നോമ്പുൽക്കാൻ പറഞ്ഞ പ്രായശ്ചിത്തം 10-ാമത്തതും കിട്ടി. നിർത്തിയെന്ന് വിചാരിച്ചു. يا أبت إني أرى في المنام يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. പാപ്പാ, ഞാൻ 11 നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. യൂസുഫ് നബിയുടെ ചരിത്രം 11-ാമത്തേത്. പടച്ചോനെ, എന്ത് ആർത്തിയാണ് ഇയാൾ കാണിക്കുന്നത്. അശ്അബ് ഇബ്നു മൻസൂർ രാജാവ് വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പറഞ്ഞു, അള്ളാന്റെ കണക്കിൽ മാസങ്ങൾ 12. 12-ാമത്തതും കൊടുത്തു. ഈ നിർത്തോ? നിങ്ങളിൽ സ്വഹാബത്തെ 20 ആളുണ്ടെങ്കിൽ 200 ആളോട് ജയിക്കാൻ പറ്റുമല്ലോ എന്ന് കൊട്ടങ്ങോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞു. 200 അല്ലേ പോയി പറയണത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അശ്അബ് പറഞ്ഞു, രാജാവ്, ഇത് ആദ്യം നിങ്ങൾ തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ഈ ആയത്തിൽ നിങ്ങൾ വീണില്ല എന്ന് കണ്ടാൽ ഞാൻ അടുത്ത് ഓതാൻ വെച്ചൊരായത്തുണ്ട്. എന്താ? 1,00,000 അതിലേറെ വരുന്ന ആളുകളിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചത്. അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ന്യായങ്ങൾ പറഞ്ഞു ഇങ്ങനെ തന്നെ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ സമൂസ വല്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞു മട്ടനും ബീഫും തൊടണ്ട്. പടച്ചോനെ, ഈ വരട്ടിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇങ്ങനെ തിന്ന് റമദാൻ കഴിയുമ്പോൾ 10 കിലോ കൂടുന്ന മുഅ്മിനീങ്ങളെ, സുന്നത്താണ് 3-1 എന്ന് പറഞ്ഞത്. നമ്മൾ ഈ റമദാനിലെങ്കിലും ശരിയായ റമദാനാക്കി, വിശപ്പറിയുന്ന റമദാനാക്കി അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞത് ചരിത്രം കാണാം. യാ ബുനയ്യ ഇദം തലഅത്തിൽ മഇദ നാമത്തിൽ ഫിക്ര വഖറസത്തിൽ ഹിക്മ വഖഅദത്തിൽ ജവാരിഹു അനിൽ ഇബാദ. മകനോട് പറയാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ, മോനെ, വയറ് നിറഞ്ഞാൽ നാമത്തിൽ ഫിക്ര, നിന്റെ ബുദ്ധി ഉറങ്ങും. വഖറസത്തിൽ ഫിക്ര, നിന്നിലെ തത്വജ്ഞാനം മൗനിയാകും. വഖഅദത്തിൽ ജവാരിഹു അനിൽ ഇബാദ, ഒരു ഇബാദത്തും ചെയ്യാൻ പറ്റൂല വയറ് നിറഞ്ഞാൽ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മെസ്സിന് കാശ് കൊടുത്താലും ഇല്ലെങ്കിലും, ഫ്രീ ആയിട്ട് പോയി കഴിക്കുകയാണ് അല്ലെങ്കിലും,
എന്തായാലും ഭക്ഷണം ചുരുക്കുക. എങ്കിലേ നമ്മുടെ ഖിയാമുൽ ലൈലും നമ്മുടെ തറാവീഹ് നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ സമയം അധികരിക്കുന്നുണ്ടെങ്കിൽ നിർത്താണ്. 2 സമയങ്ങൾ സൂക്ഷിക്കുക. 2 സമയം ദുആ ഉത്തരമുള്ള നേരം. അത് റമളാനിന്റെ പ്രത്യേകതകളിൽ പെട്ടതുമാണ്. ഒന്ന്, നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നേരം. ഇപ്പം നോക്കൂ, ഈ പാകിസ്ഥാനികളൊക്കെ നമ്മൾ ഈ ടെന്റിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നോമ്പ് തുറക്കുന്ന നേരത്തൊക്കെ ഇരുന്നാൽ അവർ കാണാൻ മിണ്ടാതിരുന്ന ദിക്റും സ്വലാത്തും ഞാൻ നോമ്പ് തുറക്കണ നേരത്ത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പോൾ അത് ദുആന് ഉത്തരമുള്ള നേരാണ്. നമ്മൾ ആ നേരത്ത് ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് സെൻറ്ററിലും നമ്മുടെ സംഘടനകളൊക്കെ KMCC ഒക്കെ ഒരുപാട് നോമ്പ് തുറ പരിപാടികളൊക്കെ നടത്തുന്നതാണ്. സംഘാടകരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഭയങ്കര കൂലുള്ള വിഷയമാണ്. ആ നേരത്ത് ഒച്ചപ്പാടൊക്കെ നിർത്തുക. ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ബാക്കിയുണ്ട്, സ്വലാത്തും ദിക്റും ചൊല്ലുക. ദുആന് ഉത്തരം കിട്ടുന്ന നേരം. അവിടെ നമ്മൾ ഭക്ഷണത്തിൽ അല്ല, ആ പൊതിയിൽ ഇപ്പം എന്താ, അത് മട്ടനോ ചിക്കനോ, ഈ സമൂസ ഏത് ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കിയത്, അല്ല ഭക്ഷണം ഇപ്പോൾ എവിടുന്നാ വരുന്നത്, ഇതൊക്കെ എന്തിനാ? അത് എന്തായാലും ഇത് വരിക്ക ചക്കയെന്ന് ചോദിച്ചു പണ്ട് അങ്ങനെ ഉണ്ടെന്ന്. എന്ത് കിട്ടിയാലും തിന്നും. എന്നാലും ചോദിക്കുന്നത് വരിക്കയാണോ പഴമാണോ? വരിക്ക ചക്കയാണെങ്കിൽ രണ്ടിനും മുപ്പർക്ക് കോളാണ്. അപ്പം നമ്മൾ ഇത് പറഞ്ഞ് സമയം കളയരുത്. അത് ദുആ ചെയ്യാനുള്ള നേരമാണ്. അത് ദുആ ചെയ്യാനുള്ള നേരമാണ്. ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഉ മിനൻ നാർ. ഓരോ നോമ്പ് തുറക്കുന്ന നേരത്തും ഒരുപാട് ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു നേരം സുബ്ഹിന്റെ മുമ്പുള്ള നേരം, അത്താഴം കഴിഞ്ഞ് സുബ്ഹി ബാങ്ക് കൊടുക്കാനുള്ള നേരം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു ആകാശലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രയോഗം ഹദീസിലുണ്ട്. അല്ലാഹു ഫിസിക്കലി വരും എന്നല്ല അതിനർത്ഥം. അല്ലാഹുവിന്റെ റഹ്മത്ത് അത്രക്ക് അവന്റെ ഇബാദിലേക്ക് അടുത്തു വരുമെന്നാണ്. ചോദിച്ചോളി ഞാൻ തരാം, പൊറുക്കലിന് ചോദിച്ചോ ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു പറയുന്ന രാത്രിയാണ്. ഈ രാത്രിയുടെ സമയമാണ് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം. ഈ 2 സമയവും പരിശുദ്ധ റമളാനിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത്. ദ്വാരക്കുക. ആ നേരത്ത് ഒച്ചപ്പാട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ മിണ്ടാതെ പാസ് ചെയ്യുക. എന്തിനാ വർത്തമാനം പറയേണ്ട ആവശ്യം ഇവിടെ? മിണ്ടാതെ കാര്യങ്ങളൊക്കെ നടത്തുക. ഭംഗിയിൽ നോമ്പ് അങ്ങനെ റാഹത്തായി കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ റമളാൻ, ഒരു റമളാനെ കിട്ടാൻ പോണത് ഇൻഷാ അല്ലാഹ് അത് ഒരുപാട് റമളാനാക്കി മാറ്റുക. നമ്മൾ ഒരുപാട് റമളാൻ കുറച്ചോ, അതെങ്ങനെ ഒരു റമളാനും കൂടെ ഏറെ കിട്ടുന്നു. നമ്മൾ പറഞ്ഞ 2 കൊല്ലമായിട്ടില്ലല്ലോ, ഇത് 2ാമത്തെ. പടച്ചോനെ, ഇനി ഞാൻ നിർത്തിയില്ലെങ്കിൽ പിടിച്ചിറക്കും നിൽക്കാറ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ നിർത്തുകയാണ്. നാളൊക്കെ ജോലിക്കുള്ള ആൾക്കാരൊക്കെ ജോലി പോകേണ്ട ആൾക്കാരാണ്. എന്തായാലും നല്ലൊരു രാവാണ്, ദിവസമാണ്. നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തിരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നഷ്ടപ്പെടൂല. ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനല്ലേ പറയണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഒരാളെങ്കിലും നോമ്പുറപ്പിക്കുക. റമളാനിൽ 30 ദിവസം ഒരാളെങ്കിലും നമ്മൾ നോമ്പുറപ്പിക്കുക. ആ നോമ്പ് തുറപ്പിച്ചാൽ മൻ ഫത്തറ സായിമൻ, ഹദീസൊക്കെ നമുക്കറിയില്ലേ? ഒരാൾ നോമ്പുറപ്പിച്ചാൽ അയാളുടെ നോമ്പിന്റെ അതേ കൂലി കിട്ടും, അയാളത് കുറയില്ല. പടച്ചോനെ, അപ്പോഴല്ലേ നമുക്ക് വിഷമമുള്ളൂ. മനുഷ്യന്റെ അസൂയക്കിന് പോകാനും നല്ലതാണ്. നിന്റെ കൂലി അവന് കിട്ടുക, ഞാൻ കൊടുക്കൂല എന്ന് പറയണ്ട. നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോണില്ല. അവന്റെ ഭക്ഷണം കഴിച്ചോ, നിന്റെ നോമ്പിന്റെ കൂലി അതുപോലത്തെ നിനക്ക് കിട്ടി, അതിന്റെ മിസ്ല സവാബ് അയാൾക്കും കിട്ടും. അതുകൊണ്ട് 30 ദിവസം ഓരോരുത്തരെ കിട്ടിയ 2 റമളാൻ നോമ്പൊറ്റ കൂലി കിട്ടിയില്ലേ? ഓരോ ദിവസവും 2 ആളെ നമ്മൾ നോമ്പുറപ്പിച്ചു, 2 റമളാൻ നമുക്ക് കിട്ടിയില്ലേ? എക്സ്ട്രാ 1ന്റെ പുറമെ 3 കിട്ടി നമുക്ക്, നമ്മുടേതടക്കം. അപ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനായ ഷെയ്ഖ് സായിദിന്റെ പേരിൽ ഇവിടുത്തെ ഖലീഫമാർ, ഇവിടുത്തെ റഈസുമാർ, ഇവിടുത്തെ ഹുക്കാം, ഭരണാധികാരികളൊക്കെ ചെയ്യുന്ന ഈ ഇഫ്താറൊക്കെ എത്ര ആളുകൾ നോമ്പറന്ന് ഭക്ഷണം കഴിച്ചു പോവാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കൂലിയാണ് ആ മഹാനവറുകൾക്ക് കിട്ടുന്നത്. മഹാനായ മർഹൂം ഷെയ്ഖ് സായിദ് അവറുകൾ അവരുടെ പേരിലൊക്കെയാണ് അത് ചെയ്യുന്നത്. യാ അല്ലാഹ്, ജീവിച്ചിരിക്കുന്നവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ അവർക്ക് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവർക്ക് അള്ളാഹു ഇഖ്ലാസ് നിയ്യത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര കൂലിയാണ് യാ അല്ലാഹ്. നമ്മൾ നോമ്പുറപ്പിക്കും, നമ്മളിങ്ങനെ അല്ല, നമ്മളെ നോമ്പരെ ഉഷാറായത് മറ്റുള്ള ഉഷാറായത്. ഇപ്പം പറയാം അവിടെ തരിക്കഞ്ഞുണ്ടായി, ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഇതൊക്കെ? ഒരു കാരക്ക കൊടുത്ത് നീ നോമ്പുറപ്പിച്ചോ, നിനക്കെൻ്റെ കൂലി കിട്ടുന്നതാണ്. പക്ഷെ മര്യാദയ്ക്ക് നോമ്പുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൈയൊടിച്ച് കൊണ്ടുവന്ന് കാരക്കൊടുത്ത് വിടണ്ടേ? അതല്ല പറഞ്ഞ്, അതേ കൊടുക്കാനുള്ളൂ, മറ്റാൾക്ക് അതും കിട്ടാനില്ല. എന്നാൽ കാരക്കെങ്കിലും മതി. സുബ്ഹാനല്ലാഹ്, അതാണ് നോമ്പുറപ്പിക്കുക. നമ്മൾ
മുഅ്മിനായ മനുഷ്യൻ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ തീർച്ചയായും ദഅവത്ത് സ്വീകരിക്കണം. ക്ഷണം സ്വീകരിച്ച നമ്മൾ ആർക്കെങ്കിലും നോമ്പുറപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്രാവശ്യം നോക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, ഓൾക്ക് ഡേറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണ്ട, അതൊക്കെ ഇരിക്കട്ടെ. നമ്മൾ ആരൊക്കെയാണ് വിളിക്കാൻ പോണത് ഇപ്രാവശ്യം, അതാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നുമില്ല, ഈ ലേബേഴ്സിനൊക്കെ ഒരു ലബനപ്പും 4 സമൂസയും ഒരു വട എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു കുപ്പി വെള്ളം കൊടുത്താൽ കുറച്ച് കാരയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും. നമ്മളെ അറിയാത്ത കൊടുക്കുക. മുസ്ലിമാണെന്നറിഞ്ഞ് നോമ്പുണ്ടെന്നറിഞ്ഞ് നോമ്പ് പോയി തുറന്നോട്ടെ, എന്തൊരു റാഹത്തായിരിക്കും അവർക്ക്. എന്തൊരു സ്വതക്കയാണത്. ആരും അറിയാത്ത സ്വതക്കല്ലേ അത്. സ്വതക്കകളിൽ ഏറ്റവും രഹസ്യമായ സ്വതക്കല്ലേ കൂലുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് നോമ്പ് തുറക്കാൻ, സ്വസ്ഥമായിട്ട് നോമ്പ് തുറക്കാൻ നമുക്ക് വകുപ്പുണ്ടെങ്കിൽ ടൗണുകളിലും പള്ളിക്ക് ചുറ്റൊക്കെ ഹൈമകളുണ്ട് ഇപ്പോൾ അല്ലേ, അവിടെ പോയി തിരക്കാൻ നിൽക്കരുത്. പച്ച പാവപ്പെട്ട ജോലിയില്ലാത്ത ആൾക്കാരുണ്ടാവും. നമുക്ക് കഴിയോ, നമ്മൾ ആരെങ്കിലും നോമ്പുറപ്പിച്ചോ, അല്ലെങ്കിൽ പുരക്ക് കുഞ്ഞുങ്ങളോടൊപ്പം നോമ്പ് തുറന്നോ. അല്ലാതെ നമുക്ക് സാധിക്കുമെങ്കിൽ പച്ചപ്പാവങ്ങളെ ഉദ്ദേശിച്ചുണ്ടാക്കുന്നതിലേക്ക് നമ്മൾ തിരക്കാൻ പോകരുത്. അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പറയാം, സംഗതിയുടെ ബിരിയാണിയും നല്ല ഉഷാറിലൊക്കെ ഉണ്ടാവും അല്ലേ, മാഷാ അള്ളാഹ്. പക്ഷേ അത് അർഹതപ്പെട്ടത് പച്ചപ്പാവങ്ങൾക്കാണ്. എന്നിട്ടും കഴിഞ്ഞവിടെ സ്ഥലമുണ്ട്, മാഷാ അള്ളാഹ്, നിങ്ങൾ പോയിക്കോളി. നമ്മൾ കാരണം പാവപ്പെട്ട ഒരാൾക്ക് നോമ്പ് തുറക്കാൻ അവിടെ ഭക്ഷണം കിട്ടാതെ വരരുത്. അതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്മൾ നോമ്പ് തുറപ്പിക്കാനാണ് ഈ റമദാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് റമദാന്റെ കൂലി കിട്ടണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അവസാനത്തേത് ഇൻഷാ അള്ളാഹ് ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലേക്ക് 83 വർഷം ആയുസ് കൂട്ടാനുള്ള പരിപാടിയാണ്. പടച്ചോനെ, ആ ടോണിക്കും മരുന്നും പറഞ്ഞെന്ന് അപ്പം തന്നെ വാങ്ങി കുടിക്കായിരുന്നല്ലോ. പരിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളുടെ ശ്രേഷ്ഠതയാണ് ഒരു രാത്രിക്ക്. 1000 മാസങ്ങൾ എന്ന് പറഞ്ഞത് 83 വർഷമാണ്. യാ അല്ലാഹ്, അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ഉമ്മത്തികളിൽ 60-70 വയസ്സ് കഴിഞ്ഞാൽ മരിക്കുന്ന ആൾക്കാരെ നമ്മൾ 70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മക്കൾ വേറെ കുട്ടികൾക്കൊക്കെ നമ്മളെ ബോറടിച്ചു തുടങ്ങും. 80 ആയിക്കഴിഞ്ഞാൽ പിന്നെ സഹിക്കൽ തുടങ്ങും. 90 ആയിക്കഴിഞ്ഞാൽ പിന്നെ പിരാക്കപ്പറച്ചിൽ തുടങ്ങും. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാലം. ഈ കാലത്തിനിടക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് ഓരോ റമദാനും. മുഅ്മിനെ 5-1 ഉറപ്പാണ്. 21-ന്റെ രാവ്, 23-ന്റെ രാവ്, 25, 27 കഴിഞ്ഞാൽ നമ്മൾ റമദാൻ പിരിച്ചുവിടും. പക്ഷെ 29 അവിടെ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്, 29-ന്റെ ഈ 5-1 ഉറപ്പാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഒളവട്ടൂർ സാഹിബ് പറഞ്ഞല്ലോ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഓഫർ കൂപ്പൺ പൂരിപ്പിച്ചിടാറുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, പടച്ചോനെ, ഈ ഷോപ്പിന്ന് ഒരു കാറും മറ്റേ ഷോപ്പിന്ന് ഒരു കാറും ഇപ്പുറത്തുനിന്ന് ഒന്നും കിട്ടിയ റഹ്മാനായ റബ്ബേ, ഈ പൈസയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും ഈ ജാതി റേറ്റുള്ള കാലത്ത്? സുബ്ഹാനല്ലാഹ്, പൂരിപ്പിച്ചിടാണ്. ഇതിപ്പോ ആകെ ഇതെല്ലാം കൂടെ വലിയൊരു ചെമ്പിലിട്ടിട്ടാ പിന്നെ എടുക്കുക. അതിൽ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങളെ പേര് കിട്ടണം. എന്നാലപ്പോൾ ആർക്ക് കിട്ടിയില്ല എന്നവരെ അറിയില്ല. കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒന്നാണ് നിങ്ങളുടെ സാധ്യത അല്ലേ. എന്നാലും പൂരിപ്പിച്ചിടാണ്. അപ്പൊ പെണ്ണുങ്ങൾ പറയും, പടച്ചോനെ, ഇതെങ്ങാനും അടിച്ചാൽ നിങ്ങൾക്ക് വളം വാങ്ങിത്തരൂലേ, വളല്ലോൽക്ക് ഈ വളങ്ങൾ മാറ്റിത്തരൂലേ, അല്ലെങ്കിൽ മാല ഒക്കെ ഇൻഷാ അല്ലാഹ് ബിസ്മിൻ ചൊല്ലി ഇട്ടേക്കെന്ന് പറഞ്ഞ് ഇടാണ്. എന്തിനാ ഇടുന്നത്? ലക്ഷങ്ങളിൽ ഒന്നാ സാധ്യത. റമദാൻ 5 രാവിൽ 1 ഉറപ്പാണ്. 5 രാവിൽ 1 ഉറപ്പ്. പടച്ചോനെ, കൂപ്പൺ ലക്ഷങ്ങളിൽ 1 ഉറപ്പുള്ളത്. അത് ഉറപ്പല്ല, ലോ പ്രോബബിലിറ്റി ആണെന്നാണ്. എന്നിട്ട് നമുക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ, റമദാൻ കിട്ടിയിട്ടും പാപമോചനം കിട്ടാത്തവൻ അങ്ങനെ നരകത്തിൽ പ്രവേശിച്ചു. ആമീൻ പറഞ്ഞേക്ക് നബിയെ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആമീൻ. ഇങ്ങനെയൊക്കെ ഒരു ഗോൾഡൻ പ്രൈസ് കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞവർ, യാ അല്ലാഹ്. അതുകൊണ്ട് 27 രാവ് കഴിഞ്ഞ റമദാൻ നമ്മൾ പിരിച്ചുവിടല്ല. റമദാൻ 29-ന്റെ രാവ് ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രിയാണ്. അതവിടെ ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഇങ്ങനെ അല്ലാഹു ഓഫറുകൾ പ്രഖ്യാപിക്കുന്ന ഒരു മാസത്തിലേക്കാണ് കടക്കുന്നത്. അല്ലാഹുവേ, ഇതൊക്കെ മുതലെടുക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയം അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഹാജാത്തുകൾ, ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ് നമ്മളിവിടെ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീം സുൽത്താനിക. അല്ലാഹുവേ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ തമ്പുരാനെ.
അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും വന്നതും ഇരുന്നതും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഏറ്റവും മോശക്കാരും ഏറ്റവും വലിയ പാപികളും ഏറ്റവും വലിയ ക്രിമിനലുകളുമാണ് പടച്ചോനെ നിന്റെ മുമ്പിൽ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ റഹ്മത്തിന്റെ വാതിലല്ലാതെ ഞങ്ങൾക്ക് മുട്ടാനില്ല പടച്ചവനെ. അല്ലാഹു, നീ ഞങ്ങളെ കബൂലാക്കണം റബ്ബേ. റമളാൻ നീ ഞങ്ങൾക്ക് അരികത്ത് എത്തിച്ചിരിക്കുകയാണ് അല്ലാഹ്. ആ റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം റബ്ബേ. അതിന്റെ മുമ്പ് ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ല പടച്ചവനെ. ഖളാഅ് പോലും തട്ടി നീങ്ങുന്ന ദുആ കൊണ്ടാണ് നിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഈ റമളാൻ ഞങ്ങൾക്ക് നീ മുതലാക്കാൻ, ഞങ്ങൾക്കത് സജീവമായ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كان أجود الناس وأجود ما يكون حين يلقاه جبريل في رمضان حين يلقاه جبريل. റമളാനിൽ ഒരുപാട് ഇബാദത്തും ഒരുപാട് ദാനധർമ്മങ്ങളും ചെയ്തവരാണ് ഞങ്ങളുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. إذا أتت العشر الأواخر أيقظ أهله وشد مئزره وأيقظ أهله. يا الله, അരമുണ്ട് ഉറപ്പിക്കുകയും കുടുംബങ്ങളെ രാത്രി നിസ്കാരത്തിന് വിളിച്ചുണർത്തുകയും ചെയ്ത് ഇബാദത്തിന് സജീവത കാണിച്ച ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് റമളാനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലാ. അല്ലാഹുവേ, ആ നഷ്ടം ഈ വരുന്ന റമളാനിൽ ഞങ്ങൾക്ക് നികത്താൻ തൗഫീഖ് താ റഹ്മാൻ. അർഹമർറഹീമായ റബ്ബേ, ഞങ്ങളുടെ മരണം അവസാനത്തെ ആ ഒരു ശ്വാസം വിളിച്ച് നീ ഞങ്ങളെ നിന്നിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. നിന്റെ റസൂലിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബർ ഞങ്ങൾക്ക് ഏറ്റവും നല്ല വീടാക്കി താ റബ്ബേ. അവിടെ ഞങ്ങൾക്ക് ആശ്വാസത്തോടെ ഖിയാമത്ത് നാൾ വരെ കടക്കാനുള്ള ഭാഗ്യം തരണം റബ്ബേ. മരിച്ചുപോയവർ, ഇവിടെ സെന്ററിൻ്റെയും സുന്നി സെന്ററിൻ്റെയൊക്കെ ഗുണകാംക്ഷിയായിരുന്നു ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയവരുടെ അനുസ്മരിച്ചവർ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കും റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, അവർ ഞങ്ങൾക്ക് മുമ്പേ നടന്നവരാണ്, ഞങ്ങളുടെ പിന്നാലെ ഖബറിലേക്ക് പോകേണ്ടവരാണ്. അല്ലാഹുവേ, നാളെ മഹ്ശറായിൽ സ്വർഗ്ഗലോകത്തെങ്കിലും വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങളെല്ലാവർക്കും നൽകണേ റബ്ബേ. ഇൽമിൻ്റെ മജ്ലിസ് സ്വർഗ്ഗത്തോപ്പാണ്. അവിടെ കിടന്നവർ നിന്റെ ഒറിജിനൽ സ്വർഗത്തിലേക്ക് എത്തുന്നവരാണല്ലോ റബ്ബേ. ഈ ഇൽമിൻ്റെ മജ്ലിസിൽ ഒത്തുകൂടി ഞങ്ങളെല്ലാവരെയും പടച്ചവനെ, ഇവിടെ നാട്ടിലേക്ക് പോയ ആൾക്കാർ, ഇതുമായി ബന്ധമുള്ള ആളുകൾ, ദീനിനെ സ്നേഹിച്ച് ഇവിടത്തുകാരായിരുന്ന ഒരുപാട് ആളുകൾ, ഇതിൻ്റെയൊക്കെ ബന്ധുക്കളുമായിരുന്നവർ, ഞങ്ങളെല്ലാവരെയും പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളെയും നിന്റെ സ്വർഗ്ഗലോകത്തേക്ക് കടത്തണേ റബ്ബേ. ഇത് നിന്റെ ഫദ്ല് കൊണ്ട് കടത്തണേ റബ്ബേ. ഞങ്ങളുടെ കർമ്മങ്ങളെ കൊണ്ടൊന്നും ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ അമലില്ല പടച്ചവനെ. ഞങ്ങൾ ചെയ്യുന്ന നോമ്പും നിസ്കാരവും സകാത്തും ഹജ്ജും ഉംറയൊക്കെ അപാകതകളുള്ളതാണ് റബ്ബേ. അതൊക്കെ പരിഹരിച്ച് നീ ഖബൂൽ ചെയ്യണം തമ്പുരാനെ. ബിജാഹി വഹഖ് നബിക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.